യഥാർത്ഥ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓതി വേർപ്പിച്ച് നമ്മൾ കാരണങ്ങളായിട്ട് നിരത്തുമ്പോ യഥാർത്ഥത്തിൽ കാണുന്ന കാരണം ഉണ്ടായിട്ട് പോലും പിന്മാറുന്നില്ല. എന്തേന്നറിയോ? അവരുടെ മുമ്പിൽ ഒരു ലക്ഷ്യമായിരുന്നു, സ്വർഗമായിരുന്നു അവരുടെ ലക്ഷ്യം. ആടെ രക്ഷപ്പെടണം. ഇവിടുന്ന് എന്ത് കഷ്ടപ്പെടല്ല, ഇതൊന്നൊരു കഷ്ടപ്പാടല്ല. ഇവിടുത്തെ പ്രയാസം ഒന്നൊരു പ്രയാസമല്ല, ഇവിടുത്തെ പ്രതിസന്ധി ഒന്നൊരു പ്രതിസന്ധിയല്ല. ഇപ്പൊ നോട്ടിന്റെ ഒരു പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് വന്നു പോയി. നമ്മൾ വിചാരിക്കുന്ന ഒരു വല്ലാത്ത വലിച്ചാന്നല്ലേ അല്ലേ? നമുക്കെല്ലാം പ്രയാസം, ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് നമ്മൾ പറയാ പടച്ചോനെ എന്തോ ഒരു പരീക്ഷണം വന്നേ, നമ്മളെന്ത് പ്രയാസം, നമ്മളെന്ത് പ്രശ്നം, നമ്മളെന്ത് പ്രതിസന്ധി അഭിമുഖീകരിച്ച് ഒരു വിശ്വാസിയായതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചതിന്റെ പേരിൽ എന്ത് ത്യാഗം നമ്മൾ ചെയ്തേ, എന്ത് ത്യാഗം നമ്മൾ ചെയ്തേ, നമ്മൾ പറ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹസിബു ഖബ്ല അൻ തുഹാസബു, വിചാരണ ചെയ്യണം. വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നഫ്സിനോടൊന്ന് ചോദിക്കണോ, എന്ത് ത്യാഗം നമ്മൾ ചെയ്തത് അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്ക്. പ്രവാചകനായിരുന്നു സയ്യിദുനാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകനായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തെരഞ്ഞെടുത്തു പ്രബോധനത്തിന് വേണ്ടിയിട്ട്. പ്രബോധന വീതിയിൽ മതവിജ്ഞാനം വിതറുന്നതിലോ സമൂഹത്തെ സമുദായത്തെ സംസ്കരിക്കാൻ വേണ്ടി സയ്യിദുനാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. പക്ഷേ അയ്യൂബ് നബിക്ക് പരീക്ഷണം വന്നപ്പോ, അയ്യൂബ് നബിക്ക് പ്രതിസന്ധി വന്നപ്പോ, അയ്യൂബ് നബിക്ക് രോഗം വന്നപ്പോ, ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള രോഗമല്ല, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള പ്രയാസമല്ല, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള പ്രതിസന്ധിയല്ല അയ്യൂബ് നബി എന്ന് പറയുന്ന പ്രവാചകർക്ക് കടന്നു വന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തില്, അയ്യൂബ് നബിയുടെ ശരീരത്തില് പുഴുക്കളരിക്കാൻ തുടങ്ങി, ശരീരത്തിൽ വ്രണം വന്ന് പുഴുക്കൾ വന്നരിക്കാൻ തുടങ്ങി. അയ്യൂബ് നബി ഒരു നിമിഷം പോലും പറഞ്ഞില്ല അല്ലാഹ് ഇത് എന്തൊരു പരീക്ഷണമാണ് റബ്ബേ, വല്ലാത്തൊരു പരീക്ഷണമായിപ്പോയല്ലോ റബ്ബേ, ഞാനൊരു പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പടച്ചോനെ ഇങ്ങനെ എന്നൊരു ചോദ്യം സയ്യിദുനാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ല. നമ്മൾ ചെറിയ പ്രയാസം വരുമ്പോ പടച്ചോനെ അല്ലേ എന്താ ലാക്കിന്റെ പരീക്ഷണമായി വന്നേന്നറിയും അല്ലേ? ചെറിയൊരു പ്രയാസം, ചെറിയൊരു നിസാരമായ കാര്യം വരുമ്പോഴേക്ക്. പക്ഷെ അയ്യൂബ് നബിയുടെ ശരീരത്തിൽ പുഴുക്കളരിക്കാൻ തുടങ്ങി. തീർന്നില്ല. ഒരു വേള താൻ ദിക്ർ ചൊല്ലുന്ന, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നമിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, സാഷ്ടാംഗം ചെയ്യുന്ന, സദാസമയം 24 മണിക്കൂർ തന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, കാണാനുള്ള കണ്ണുകൾ തന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, കേൾക്കാനുള്ള കർണപുടങ്ങൾ തന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, വലിക്കാനും കൊടുക്കാനും പിടിക്കാനും പേശികളെ ചലിപ്പിക്കാനും സംവിധാനം ചെയ്ത അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ദിക്ർ ചൊല്ലുന്ന നാവിലേക്ക് പുഴുവന്നരിച്ചപ്പോ ദിക്ർ ചൊല്ലുന്ന നാവൊന്ന് കുഴങ്ങിയപ്പോ അയ്യൂബ് നബി എന്ന് പറയുന്ന പ്രവാചകൻ പ്രാർത്ഥിച്ചുവത്രേ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ പ്രാർത്ഥന, അന്നീ മസ്സനിൽ റുവ അൻത അർഹമുർ റഹീമീൻ, അന്നീ മസ്സനിൽ റുവ വ അൻത അർഹമുർ റഹീമീൻ. രാജാതിരാജനായ അല്ലാഹുവേ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാനേ, അന്നീ ചെറിയ ഒരു പ്രയാസം, ചെറിയൊരു ബുദ്ധിമുട്ട്, ചെറിയൊരു പ്രതിസന്ധി നേരിട്ടിരിക്കുന്നു. ചെറിയൊരു പ്രതിസന്ധി എന്താണെന്നറിയോ? നാവിൽ ദിക്ർ ചെല്ലുന്ന നാവിൽ പുഴുക്കൾ വന്നിട്ടുണ്ട്. അവിടെ നാവിനെ ഒന്ന് ഫ്രീഡം ആക്കി തരണം, ഒന്ന് സ്വസ്ഥാക്കി തരണം, നാവിനെ ഒന്ന് ഫ്രീ ആക്കി തരണം. കാരണം നിനക്ക് ദിക്ർ ചെല്ലുന്ന, നിനക്ക് തഹ്ലീൽ ചെല്ലുന്ന, നിനക്ക് തക്ബീറുകൾ അർപ്പിക്കുന്ന, നിനക്ക് ഹംദുകൾ അർപ്പിക്കുന്ന അല്ലേ, എന്റെ നാവിനെ ഒഴിവാക്കി തരണമെന്ന് സയ്യിദുനാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ ഈ ത്യാഗം സഹിച്ചത്? ഈ ത്യാഗം സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? മഹ്ശറയിലെ രക്ഷക്ക് വേണ്ടിയിട്ടാ. മഹ്ശറയിലെ രക്ഷക്ക് വേണ്ടിയിട്ട്. നമ്മൾ ചില്ലറ ഒരു ദിവസം വയലിന് വന്ന് കുറച്ചു നേരം സമയം വൈകി കഴിഞ്ഞാൽ തന്നെ തുടങ്ങും അല്ലേ? എന്ന് വിളിക്കുമ്പോൾ ഇവിടെ സംഘാടകർ കുറ്റം പറയല്ല, നല്ല സംഘാടകർ അല്ലാഹു വിജയിപ്പിച്ചിരുമാറാവട്ടെ. എത്ര ആൾക്കാരെ എത്ര സ്നേഹത്തോടു കൂടിയാ വിളിക്കുന്നതെന്നറിയോ അല്ലേ? നേരത്തെ കാലത്തെ റഫ്നാസ്
താഴച്ചമ്പാട് വന്ന് എന്നെ കാത്തിരിക്കുക. അതൊക്കെ ദീനിനോടുള്ള എൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ എൻ്റെ സ്വഭാവം കണ്ടിട്ടൊന്നും ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്തേ നമ്മൾ ചെയ്തത്? എന്ത് ത്യാഗമാണ് നമ്മൾ ചെയ്തത് ഇസ്ലാമിന് വേണ്ടിയിട്ട്? നമ്മൾ ചിന്തിക്കുക. സഹോദരിമാരും നമ്മൾ വയലൊക്കെ കേട്ട് തിരിച്ചിങ്ങനെ പോകാനിട്ട് പറയും കുഴപ്പമൊന്നും ഞാൻ എന്നയാൾ കോമഡി ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാൾ കുറേ പേടിപ്പിടിച്ചിട്ടങ്ങ് പോയി, അല്ലെങ്കിൽ നിൽക്കാണ്ട് പറയണേനോ അല്ല കുറച്ച് അങ്ങനെ ഒരു ഉഷാർ നയിക്കില്ല. ഈ അഭിപ്രായം രേഖപ്പെടുത്തി ക്രെഡിറ്റ് ഓഫ് അല്ല, നന്നായാലും ഉഷാറായാലും മോശമായാലൊക്കെ അല്ലേ, അത് രേഖപ്പെടുത്തി പോകുന്നതിൽ അപ്പുറം നമ്മളൊന്ന് സ്വയം ഒന്ന് വിചാരണ ചെയ്യുക. എന്തുകൊണ്ടാ അല്ലേ പരലോകത്തിലേക്ക് കടന്നു പോവാൻ വേണ്ടി നിൽക്കുന്നവരാ നമ്മൾ. അതിൽ ആരും നിഷേധിക്കുന്നൊന്നുമില്ല. ബാക്കി എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുണ്ട് എന്നുള്ളൊരു നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ നമ്മൾ ചെയ്തത്? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള്, സയ്യിദുനാ അലി, പ്രഗൽഭരായ സഹാബി വര്യന്മാരൊരുമിച്ച് കൂടിയ സദസ്സാണ്. പുണ്യ റസൂലിന്റെ വയലും മുയമുത്തുകളും അടിമുത്തുകളും പെറുക്കിയെടുക്കാൻ, വിജ്ഞാനം പെറുക്കിയെടുക്കാൻ വേണ്ടി സഹാബത്ത് ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബാ സുബഹിക്ക് പള്ളിയിലെ ജമാഅത്തിന് വന്ന സഹാബാ കിറാമിനോട് ലോകത്തിന്റെ ഗുരുവിന്റെ ചോദ്യമാണ്, ഓ സഹാബത്തെ, ഇന്ന് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടോ? പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടോ? രോഗസന്ദർശനം നടത്തിയവരുണ്ടോ? നിങ്ങൾ ആരാണ് നോമ്പുകാരെന്ന ചോദ്യം സയ്യിദുനാ സിദ്ദീഖ് അശറത്തുൽ മുബശ്ശിരീങ്ങളായ സഹാബി വര്യന്മാർ ഒരുമിച്ച് കൂടി ആ സദസ്സിൽ വച്ചിട്ട് ലോകത്തിന്റെ നായകന്റെ ചോദ്യമാണ്. എന്തേ ചോദ്യം? സുബഹിക്ക് പള്ളിയിലെ ജമാഅത്തിന് വന്ന സഹാബത്തിനോടാ ചോദ്യം. സഹാബത്തെ, നിങ്ങള് ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തു നമ്മളെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ചരിത്രമൊന്ന് 100 തവണ നമ്മൾ കേൾക്കണം. ഇത് നമ്മളെ 2 കർണപുടങ്ങളിൽ കൂടെ ഒന്ന് കേൾക്കണം, ഹൃദയാന്തരങ്ങൾ കൊണ്ട് ചിന്തിക്കണം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദല്ല വഉലൈക ഹുമുൽ ഗാഫിലൂൻ. കൽബുണ്ട് പക്ഷെ ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവര്, കാണാൻ സുന്ദരമായ നേത്രങ്ങളുണ്ട് പക്ഷേ കാണേണ്ടത് കാണാത്തവര്, കാഴ്ചയിലെ 2 കർണപുടം അവർക്കുണ്ട് പക്ഷേ കേൾക്കേണ്ടത് കേൾക്കാത്തവരോട് പരിശുദ്ധ ഖുർആൻ പറയുന്നവരെ കുറിച്ച് ഉലൈക കല്ലന്നാമി ബൽ ഹും അദല്ല വഉലൈക ഹുമുൽ ഗാഫിലൂൻ. അല്ലേ, ആട് മാട് വർഗത്തിനെ പോലെയാവര്. ഒരു കവി പാടിയില്ലേ, നഹറോക ബത്താനുൻ വല്ലൈലോക നൈമോ വഐസൂക യാ മിസ്കീനു മിസ്ലൽ ബഹായിമോ. പകല് മുഴുവനും അരച്ചാണ് വയറ് നിറക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. രാത്രി അവര് ലക്ഷ്യമില്ലാതെ കിടന്നുറങ്ങുകയാണ്. ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവര്. നഹറോക ബത്താനുൻ വല്ലൈലോക നൈമോ. പകല് അരച്ചാട് വയറ് നിറക്കാൻ വേണ്ടി ഓടുമ്പോ രാത്രി അതിന്റെ ക്ഷീണത്തിൽ കടന്നുറങ്ങുന്നവർ അവര് ആടുമാട് വർഗത്തിനെ പോലെ അവര് ജീവിതത്തിന് ലക്ഷ്യമില്ലാത്തവരായി അതപ്പനിച്ചതാണ് നമ്മളെ ജീവിതത്തിന്റെ പരാജയങ്ങൾക്ക് കാരണം. അതാണ് നമ്മൾ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ സുന്ദരമായിട്ട് വിളിച്ചു പറഞ്ഞല്ലോ, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. കടലിലും കരയിലും വല്ല പ്രതിവാസം ഉണ്ടോ? എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ? സാധാരണക്ക് വിപരീതമായി വല്ല പ്രശ്നമുണ്ടോ? വല്ല പ്രയാസവും വല്ല പ്രതിസന്ധി ഉണ്ടോ? നമ്മളെ ചെയ്തി കൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ആരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തേ ഇങ്ങനെ കാലാവസ്ഥ?
അതിന്റെ പിന്നിൽ നമ്മളെ കരങ്ങളാ. എന്തേ ഇങ്ങനെ പരീക്ഷണങ്ങൾ? നമ്മളാ അതിന്റെ പിന്നില്. അപ്പോ നമ്മൾ കേൾക്കേണ്ടത് കേൾക്കണം, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളണം. ഇതിനാ പടച്ചോ ഇത് തന്നത്. അലം നജ്അല്ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. പടച്ചറപ്പ് ചോദിക്കുമത്രേ, എടോ കാണാനുള്ള കണ്ണ് തന്നില്ലയോ, കേൾക്കാനുള്ള കാത് തന്നില്ലയോ, ചിന്തിക്കാനുള്ള മെമ്മറി പവർ നിനക്ക് തന്നില്ലയോ, ചിന്തിക്കാനുള്ള കൽബ് തന്നില്ലയോ? എന്തേ ഇനി ചിന്തിക്കാതെ പോയത്? എന്തേ കാണാതെ പോയത്? എന്തേ കേൾക്കാതെ പോയത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, എന്റെ കൂടി നിൽക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സുബഹിക്ക് പള്ളിയിൽ വന്ന സഹാബത്തിനോട് ചോദിക്കുന്നു, ആരാ ഇന്ന് രോഗ സന്ദർശനം നടത്തിയത്? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് നബിയേ, സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് കടന്നു വന്നവരല്ലയോ ഞങ്ങള്? എങ്ങനെയാ രോഗ സന്ദർശനം നടത്തേണ്ടത്? പ്രഭാതമായിട്ടില്ലല്ലോ നബിയേ, പ്രഭാതം പൊട്ടിവിടർന്നിട്ടില്ലല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, ആ സദസ്സിൽ നിന്നൊരു മനുഷ്യന് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അനാ യാ റസൂലല്ലാഹ്, അനാ യാ ഹബീബല്ലാഹ്, രോഗ സന്ദർശനം നടത്തിയിട്ടുണ്ട് നബിയേ. സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് വന്ന സഹാബി വര്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, അനാ യാ റസൂലല്ലാഹ്, അനാ യാ ഹബീബല്ലാഹ്, ഞാൻ എൻ്റെ നബിയേ, ഞാനുണ്ട്. സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് സുഖമില്ലാതെ കിടപ്പിലാണെന്ന വാർത്ത കേട്ടപ്പോ സുബഹിക്ക് പള്ളിയിലെ ജമാഅത്തിന് കടന്നു വരുമ്പോ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോയിട്ട് രോഗ സന്ദർശനം നടത്തിയിട്ടാണ് യാ റസൂലല്ലാഹ്, ഞാൻ സുബഹിക്ക് പള്ളിയിലെ ജമാഅത്തിന് ഇവിടെ എത്തിയതെന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓലൊക്കെ സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ വേണ്ടി ബെമ്പൽ കൊണ്ടു. ഒരു അമ്മട് വിചാരിച്ച വെറുതെ ഇങ്ങനെ റസൂലുള്ള പറഞ്ഞെന്നാ, എപ്പോഴും വലം കയ്യായി എന്നും തോളോട് തോളുരുമ്പി എന്നോടൊപ്പം നിന്നുകൊണ്ട് സിദ്ദീഖ് തങ്ങളോട്, സിദ്ദീഖ് എന്തെന്നാൽ എൻ്റെ കൂടെ കുറെ കാലമായി, അതുകൊണ്ട് എനിക്ക് ഒരു എന്തെങ്കിലും ഒന്ന് തരാ, നീ സ്വർഗത്തിൽ ടിക്കറ്റ് തഞ്ഞ് കടന്നു പോകുന്നത് പറഞ്ഞതാണോ? അല്ല, ത്യാഗം സഹിച്ചിട്ടുണ്ട്. മഹ്ശറയിലെ വിജയത്തിന് വേണ്ടി പെടാപ്പാട് പെട്ടിട്ടുണ്ട് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുബഹിക്ക് പള്ളിയിൽ വരുമ്പോഴേക്ക്, ജമാഅത്തിന് വരുമ്പോഴേക്ക്, തഹജ്ജുദ് നമസ്കാരത്തിന്റെ മുമ്പ് രോഗ സന്ദർശനം നടത്തിയിട്ട് പള്ളിയിൽ ജമാഅത്തിന് വന്നു സയ്യിദുനാ സിദ്ദീഖ്. ബർദ അല്ല, നിങ്ങൾ കേട്ടോന്നറിയില്ല, ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മളെ ബുർദ ചൊല്ലി നമ്മളെ ഉസ്താദ്മാർ, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അല്ലേ, നമ്മളങ്ങനെ കേട്ടു ആസ്വദിച്ചു എന്നതിലപ്പുറം അത് നമ്മളോട് സംസാരിച്ചു, വലിയ ഒരു മെസ്സേജ്, വലിയൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളെ ഏറ്റു ചൊല്ലിയ കുറെ ആൾക്കാരുണ്ട്. بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في العاشر الكرم أبو بكر في الجنة عمر في الجنة عثمان في الجنة علي في الجنة എന്ന് പറഞ്ഞിട്ട് 10 ആൾക്കാരുടെ പേര് വിളിച്ചിട്ട് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ഓഫർ ചെയ്തു. നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് ലോകത്തിന്റെ ഗുരു ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബി പ്രമുഖരിൽ പ്രമുഖനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബഹിക്ക് പള്ളിയിലെ ജമാഅത്തിന് വരുമ്പോഴേക്ക് രോഗ സന്ദർശനം നടത്തിയ ആ സഹാബി വര്യന്മാർ ഒരുമിച്ച് കൂടിയ സദസ്സില് അതേ ലോകത്തിന്റെ നായകൻ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, സഹാബ
ആരാണിന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കഴിപ്പിച്ചത്? ആരാ ഇന്ന് ദരിദ്രവാസികളെ ഭക്ഷണം കഴിപ്പിച്ചത്? സഹാബി വര്യന്മാര് ഒന്നടങ്കം പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, നേരം വെളുത്തിട്ടില്ലല്ലോ നബിയേ, സുബഹിക്ക് ജമാഅത്തിന് വേണ്ടി കടന്നു വന്നവരല്ലയോ? സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് വന്നവരല്ലയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ അതേ സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അനാ യാ റസൂലല്ലാഹ്, അനാ യാ ഹബീബല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ രോഗസന്ദർശനം നടത്തിയിട്ട് സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോ നേരെ ചൊവ്വ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സമീപത്തേക്ക് കടന്നു പോയപ്പോ, യാ റസൂലല്ലാഹ്, വിശപ്പ് കാരണം നേരെ ചൊവ്വ എഴുന്നേറ്റ് നിൽക്കാൻ പ്രയാസപ്പെടുന്ന ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, നബിയേ, എന്തേ ഈ സമയത്ത് ആ സമയത്ത് അങ്ങ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ, എന്നെ ഇവിടെ നിർത്തിയത് വിശപ്പ് മാത്രമാണെന്ന് പറഞ്ഞപ്പോ, യാ റസൂലല്ലാഹ്, എന്റെ വീട് ലക്ഷ്യമാക്കി ഞാൻ കടന്നുപോയി നബിയേ, എന്റെ വീട് ലക്ഷ്യമാക്കി ഞാൻ കുതിച്ചു നബിയേ. സഹധർമ്മിണിയോട് ഭക്ഷണത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇവിടെ ഇല്ല ആരാ എന്ന് പറഞ്ഞപ്പോ തിരിച്ച് ഞാൻ നേരത്തെ കടന്നുപോയി രോഗസന്ദർശനം നടത്തിയ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ വീട്ടിൽ കടന്നു പോയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് ഭക്ഷണം ചോദിച്ച് ഭക്ഷണം വാങ്ങിയിട്ട് വയോവൃദ്ധനായ നേരെ ചൊവ്വ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ആ മനുഷ്യനെ ഞാൻ ഭക്ഷണം കഴിപ്പിച്ചു, യാ റസൂലല്ലാഹ്, റൊട്ടി കഴിപ്പിച്ചു നബിയേ, വെള്ളം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തു നബിയേ, യാ റസൂലല്ലാഹ്, ഇതൊന്ന് കബൂലാകാനെന്ന് പ്രാർത്ഥിക്കണേ നബിയേ. സുബഹിക്ക് ജമാഅത്തിന് വന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തീർന്നില്ല. പുണ്യ നബി ചോദിക്കുകയാണ്, ഇനി എന്തേ, ആരാ നോമ്പുകാരുള്ളത്? സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന് പ്രധാനപ്പെട്ട ദിവസങ്ങളല്ലല്ലോ നബിയേ, പ്രവാചകരെ, ഇന്ന് തിങ്കളാഴ്ചയല്ല, ഇന്ന് വ്യാഴാഴ്ചയല്ല, ഇന്ന് നോമ്പ് നോൽക്കല് സുന്നത്തുള്ള ദിവസമല്ലല്ലോ യാ റസൂലല്ലാഹ്. ആ സമയത്തും സദസ്സിൽ നിന്ന് അതേ സഹാബി വര്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാൻ നോമ്പുകാരനാ, ഞാനുണ്ട് പ്രവാചകരെ, ഞാൻ നോമ്പുകാരനാണ്. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിക്കുക, സുബഹിക്ക് ജമാഅത്തിന് വന്ന സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ. ആ സിദ്ദീഖ് തങ്ങൾ കടന്നു പോകുന്ന സ്വർഗത്തിലേക്കും മഹ്ശറയിലേക്കും വിചാരണയിലേക്കും സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലേക്കും നമ്മളും കടന്നു പോകുന്നേ, അല്ലാണ്ട് വേറെ റൂട്ടൊന്നും ഇല്ലാലോ അല്ലേ? ഒരയിലങ്ങ് ഷോട്ടിന് പോട്ടെങ്കിലങ്ങ് നമ്മൾ ആ വയ്യന്നല്ലേ പോണ്ടേ അല്ലേ? ലക്ഷ്യം ആ സ്വർഗം തന്നെയല്ലേ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്തൽ തന്നെയല്ലേ? നമ്മൾ എന്താ ചെയ്തേ? ഇനി നമ്മൾ ഹൃദയത്തിനോട് നമ്മൾ ചോദിക്കുക, നമുക്ക് പോണ്ടേ മഹ്ശറ അല്ലേ? പരലോകം ഖുർആനിൽ അതാ നമ്മളെ വിഷയം. അതിന് മുമ്പ് ഒരുപാട് ചിന്തകൾ നമ്മളെ മനസ്സിനോട് ചോദിക്കണം. നമ്മൾ എന്ത് പ്രവർത്തന ചെയ്തേ, എന്താ നമ്മൾ ചെയ്തേ അല്ലേ? അങ്ങോട്ടേക്ക് വിചാരണ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ ദുനിയാവിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പടച്ചോൻ വെറുതെ അയച്ചില്ല, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ മഹ്ശറയിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ സ്വയം ഒന്ന് ചോദിക്കണം, നഫ്സിനോട് ചോദിക്കണം, എന്താ ചെയ്ത, എന്ത് ത്യാഗമാ നമ്മളെത്തല്ലേ അല്ലേ? ആടെ എത്തുമ്പോൾ ഓരോരുത്തരും ചെയ്ത ത്യാഗം, ഇസ്ലാമിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? എൻ്റെ സഹോദരിമാര് പറയും, പെട്ടെന്ന് പറയും അല്ലേ, പഠിച്ചോനെ ഓറ് പോകുമ്പോൾ എൻ്റെ പുരയിലൊരു പെട്ടി വാങ്ങി തന്നിക്കേനു, അതിൽ വരുന്ന മൊത്തം സീരിയൽ ഫുള്ളായിട്ട് കറാറെടുത്തിട്ട് കണ്ടിട്ട് അങ്ങ് തീർത്ത് അല്ലേ? കുറേ ദിവസം ഒരു കർത്തമുത്തിൻ്റെ പിറകിൽ അങ്ങനെ പോയി തായെന്നത്
ഒരു കുഞ്ഞൻ്റെ പിറകിൽ കുറേശ്ശെ ഇങ്ങനെ പോവുകയാണ് അല്ലേ, ഒരു ശാലിനിയുടെ പിറകിൽ ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഇതൊക്കെ വലിയ ഓർക്കറിയാം അതിൻ്റെ കഥാപാത്രങ്ങളൊക്കെ ഓരോ പിന്നിലാണ് അല്ലേ. യാ അല്ലാഹു നമ്മളെ കാക്കട്ടെ അല്ലേ. നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു പൊന്നുമോളുണ്ട് എൻ്റെ സഹോദരി. നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു പൊന്നുമോളുണ്ട്. ഇപ്പം ഇന്നത്തെ യുവത ചിന്തിക്കും, പടച്ചോനെ ഓറേത് സീരിയല്ല അല്ലേ, ബാക്കിയെല്ലാം നമ്മൾ കേട്ടിക്കല്ല, ഒരുപാട് നായികമാരെ കുറിച്ച്. ഇതാരാ ആള് അല്ലേ. ഓറ് സീരിയലൊക്കെ അഭിനയിച്ചിരുന്നു, മുമ്പൊരു സീരിയൽ ഉണ്ടായിരുന്നു. ഓറ് ഈ ലോകത്തുനിന്ന് അത്ഭുതം പറഞ്ഞു. എന്താ ഓറ് ചെയ്ത പ്രവർത്തനം എന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ? കബറ് കുഴിച്ചിട്ട് 6000 ഖത്മ തന്റെ കബറിടത്തിൽ ഇറങ്ങി നിന്നിട്ട് 6000 ഖത്മ തീർത്ത നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ അവർ കടന്നു പോകുന്ന സ്വർഗത്തിലല്ലയോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ കടന്നു പോവേണ്ടത്? ഒരു കടന്നു വന്ന സ്വർഗത്തിൽ തന്നെയല്ലേ നമുക്കും കടന്നുകൊണ്ടേ എടി നമുക്ക് പോവാ. പക്ഷെ ഒരു പറയുന്ന പ്രവർത്തനം എന്താ ചെയ്തതെന്ന് ചോദിച്ചു നോക്കുമ്പോൾ ഓര് പറയും, ഞാൻ 6000 ഖത്മ തീർത്ത് പഠിച്ചോനെ നീ തന്ന ആയുസ് മുഴുവനും വിനിയോഗിച്ചോ. നമ്മൾ തൊട്ടിപ്പുറത്ത് നിന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? സീരിയൽ മുഴുവനും കണ്ടു തീർത്തുന്നോ അല്ലേ? എന്താ പറയുക? നമ്മൾ മറുപടി കണ്ടെത്തണം. ഇവിടെ നിന്ന് ചോദ്യം യാതൊരു സംശയമില്ലല്ലോ, ചോദിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറുപടി പറഞ്ഞേ മതിയാവോ. അള്ളാഹു നമുക്ക് മറുപടി പറയാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ അല്ലേ. അതുകൊണ്ടാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാതിരാവിൽ ഇത്രയും സുഹൃതങ്ങൾ ചെയ്ത്, ഇത്രയും നന്മകൾ ചെയ്ത്, ഇത്തരം പുണ്യങ്ങളൊക്കെ ചെയ്താതെ സിദ്ദീഖ് തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതെന്തെന്നറിയുമോ? ആ പ്രവാചകൻ ആ സദസ്സിൽ വെച്ച് ഒരു വിട്ടിയത്രേ വധു എടുത്തിട്ട് അംഗശുദ്ധി വരുത്തിയിട്ട് നിന്റെ കയ്യ് നിന്റെ കണ്ണെന്ന് മേൽപോട്ട് ഉയർത്തിയിട്ട് നീ പ്രാർത്ഥിക്കണേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ. ഇതൊന്ന് പ്രാർത്ഥിക്കണേ, ഇതൊന്ന് ഉരുവിടണേ. ഇങ്ങനെ ആരെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ സ്വർഗത്തിന്റെ 8 കവാടം അവനെ മാടി വിളിക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സദസ്സിന്റെ മൂലയിൽ വച്ചിട്ടൊരു മനുഷ്യര് പൊട്ടി കരയുകയാണ്. അള്ളാന്റെ റസൂൽ അങ്ങോട്ട് ശ്രദ്ധിച്ചു. ആരാ കരയുന്നത്? ആരാണ് തേങ്ങലടിച്ച് കരയുന്നത്? ആരാണ് കരയുന്നത്? ആരുടെ കണ്ണുകളിൽ നിന്നാണ് കണ്ണുനീരൊഴുകുന്നത്? മറ്റാരുമായിരുന്നില്ല. 3 ചോദ്യങ്ങൾക്ക് അനയാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ അതേ സിദ്ദീഖ് തങ്ങൾ തന്നെയാ പൊട്ടിക്കരയുന്നത്. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, യാ സിദ്ദീഖ്, എന്തേ സിദ്ദീഖേ പറ്റിയതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ അങ്ങ് പറഞ്ഞില്ലയോ, നബിയേ അങ്ങ് പഠിപ്പിച്ചില്ലയോ, നബിയേ സ്വർഗത്തിന്റെ 8 കവാടവും മാടി വിളിക്കുമെന്ന്. ആ വിഭാഗത്തിൽ പെടാൻ അങ്ങൊന്ന് പ്രാർത്ഥിക്കണേ യാ റസൂലല്ലാഹ്. ഇത്രയും സുഹൃത്തൊക്കെ ചെയ്ത് നമ്മളാണെ പേർക്കോ അല്ലേ, നമ്മളെ പോക്കും നമ്മളെ വരവൊക്കെ കണ്ടാ പേർക്കോ സ്വർഗത്തിൽ 11ാമത്തെ ടിക്കറ്റ് നമ്മളെ കയ്യിലാണില്ലേ. നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഓരോരുത്തരോട്ട് ഒന്നും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സമയമില്ല, ഓടിക്കച്ച് പോവാണ് അല്ലേ. പോക്ക സ്വർഗത്തിൽ 11ാമത്തെ 1ാമത്തെ ആളാന്ന് തോന്നുന്നു. ഐറ്റാ പോക്ക് പോവും, ഒന്നും ചോദിക്കാനില്ല പറയാനുമില്ല അല്ലേ. ഇത്തരം സുഹൃതങ്ങൾ ചെയ്തിട്ട് സയ്യിദനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ 8 കവാടവും മാടി വിളിക്കുന്ന വിഭാഗത്തിൽ പെടാൻ അങ്ങൊന്ന് പ്രാർത്ഥിക്കണേ നബിയെ എന്ന് പറഞ്ഞിട്ട് കണ്ണുകളിൽ നിന്ന് രക്തത്തിന്റെ ധമനികൾ ഒറ്റിറ്റ് വീണു പോവാണ്. നമ്മൾ ചിന്തിക്കുക, ആ മഹ്ശറയിലെ നമ്മളും കടന്നു പോകേണ്ടത് അല്ലേ. അവരുടെ പ്രവർത്തനം നമ്മളെ വിലയിരുത്ത് അല്ലേ. എന്തുകൊണ്ട് അവർ ഈ ത്യാഗമൊക്കെ ചെയ്ത് അവിടെ രക്ഷപ്പെടണം? മഹ്ശറയുടെ തിരുമുറ്റത്ത് അവിടെ ഒരു ചോദ്യമുണ്ട്, അവിടെ ഒരു മറുപടി പറഞ്ഞേ മതിയാവോ.
ഇന്ന് കോടാനക്കോടി കിലോമീറ്റർ ഉദിക്കുന്ന സൂര്യൻ നാളെ ഒരു ചാൺ ഉയരത്തിൽ ഉദിക്കുന്ന ഒരു ദിവസം, കാലിൽ ചെരുപ്പില്ലാതെ ദേഹത്ത് വസ്ത്രങ്ങളില്ലാതെ മനുഷ്യന് വെപ്രാളപ്പെടുന്ന ഒരു ദിവസം. ആ ദിവസത്തിൽ ഒരു അർശിന്റെ തണൽ ലഭിക്കണമെന്ന ഉദ്ദേശമായിരുന്നു സുഹൃതങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടല്ലയോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാവിൽ തന്റെ വീട്ടിലേക്ക് ഓടിക്കതച്ച് വന്നിട്ട് ഉമ്മു കുൽസു എന്ന് പറയുന്ന സഹധർമ്മിണിയെ എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നു, ഉമ്മു കുൽസു കടന്നു വരണേ ഉമ്മു കുൽസു, നിന്നെ പോലുള്ള പാവപ്പെട്ട ഒരു പെണ്ണ് പ്രസവ വേദന കിട്ടിയിട്ട് ബുദ്ധിമുട്ടിലാണ് ഉമ്മു കുൽസു, ഒന്ന് കടന്നു വരണേ ഉമ്മു കുൽസു എന്ന് പറഞ്ഞപ്പോ ഉറക്കിന്റെ ചടവിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ചൊവ്വ നടന്നു പോവാൻ പറ്റാത്ത ഉമ്മു കുൽസുവിനോട് നീ കുണുങ്ങി കുണുങ്ങി നടക്കുകയാണോ എന്ന് ചോദിച്ചോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 ലക്ഷം ചതുരശ്ര മൈൽ തന്റെ ഭരണത്തിന് അധീനതയിൽ ഉണ്ടായിരുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏതോ ഒരു നാടോടി പെണ്ണിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തന്റെ സഹധർമ്മിണിയുമായിട്ട് പാതിരാവിൽ കവലകൾ നടന്നു പോയെങ്കിൽ അത് മഹ്ശറയിലെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ, അത് മഹ്ശറയിലെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാ. നമ്മളോ എന്ത് ത്യാഗാ നമ്മളിൽ നിന്നുണ്ടായത് നമ്മൾ ചിന്തിക്കുക അല്ലേ? സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുഴുവനും കൊടുത്തു അല്ലേ? ഇനി എന്താ ഉള്ളത്? അല്ലാഹും അല്ലാഹുവിൻ്റെ റസൂലും വേറെ ഒന്നുമില്ല, മുഴുവനും കൊടുക്കുകയാണ്. സയ്യിദുനാ അലിയാർ റളിയല്ലാഹു അൻഹു എന്തൊരു ത്യാഗ ചെയ്ത് നമ്മൾ ചിന്തിച്ചു നോക്ക്. ഒരു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവരാ, ഇനി ഒരു ചെയ്യേണ്ട ആവശ്യം, എന്നിട്ട് അവർ ചെയ്ത ത്യാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കണ്ടേ അല്ലേ? ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളാണ് അല്ലേ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയും റളിയല്ലാഹു അൻഹാ. എന്നിട്ടും അവസാന വേളയിൽ പൊട്ടി കരയുകയാണ് സയ്യിദത്തുനാ ഫാത്തിമ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ നായികയായ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് കയ്യിലേൽപ്പിച്ചത് അലിയാർ തങ്ങളുടെ കയ്യിലാ. ആ അലിയാർ തങ്ങളുടെ ചാരത്ത് നിന്നിട്ട് ഫാത്തിമ പറയുന്ന അവസാനത്തെ ഒരു വാക്കുണ്ട്, യാ അലി, അലിയാർ തങ്ങളെ ഇവിടെ വെച്ചെല്ലാം തീർക്കണേ, ഇവിടെ വെച്ച് കണക്കുകൾ തീർക്കണേ. നാളെയുടെ തിരുമുറ്റത്തേക്ക്, നാളെയുടെ മഹ്ശറയുടെ തിരുമുറ്റത്തേക്ക് മാറ്റി വെക്കരുത് അലിയാർ തങ്ങളെ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് പൊട്ടി കരഞ്ഞത് അലിയാർ തങ്ങളുടെ മടിയിൽ തല വെച്ചിട്ട് അലിയാർ തങ്ങളോട് പറഞ്ഞത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരുപാട് കടമകളും കടപ്പാടുകളുമുണ്ട്, അതൊന്നും ചെയ്തു തീർക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, പൂർണ്ണമാണെന്ന് അവകാശപ്പെടാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അലിയാർ തങ്ങളെ നാളെ മഹ്ശറയിൽ വെച്ചിട്ട് ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന വിശ്വാസമാണ്, അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞ സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവരൊക്കെ മുഴുവനും ജീവിതത്തിന്റെ കടമകളും കടപ്പാടുകളും നിർവഹിച്ച് കടന്നുപോയവരാ. എന്നിട്ടും പൂർണ്ണമല്ലെന്ന ചിന്തയാ, എന്നിട്ടും പരിപൂർണമായില്ലെന്ന ചിന്തയാ, എന്നിട്ട് അവര് പൊട്ടി കരയുകയാണ്. പള്ളിയിൽ നിന്ന് കടന്നു വരുമ്പോ അലിയാർ തങ്ങൾ കണ്ടത് പൊട്ടിക്കരയുന്ന ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളാൻ. എന്തേ ഫാത്തിമ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് പറഞ്ഞത്, യാ അലി, അങ്ങൊരു നിമിഷം മാറി നിന്നപ്പോ എനിക്കുണ്ടായ വിഷമം വല്ലാത്തതാണ്. പക്ഷേ നാളെ മഹ്ശറയിൽ ആ ഒരവസ്ഥ ഓർക്കുമ്പോ അതാണ് എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീഴ്ത്തിയതെന്ന് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. കൂടി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, ഒരു വേള ചിന്തിക്ക്, എത്രയെത്ര സീരിയലുകളാ കണ്ടു തീർത്തത്, എത്രയെത്ര നടീനടന്മാരുടെ അഭിനയ മികവിന്റെ മുമ്പിലാ കണ്ണുനീര് പൊഴിച്ചത്. എപ്പോഴെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
തന്ന സുഖങ്ങളും ആഡംബരങ്ങളും എല്ലാം അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ 1440 മിനിറ്റിന്റെ ഇടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർത്തിട്ട് ഒരിക്കൽ കണ്ണുനീര് പൊഴിച്ചോ പെങ്ങളെ? കം തറകൂ ഫീഹാ ജന്നാതിൻ വഉയൂൻ وزروع ومكان كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين. സൂറത്ത് ദുഹാൻ ഓതുന്നവരല്ലയോ? ആ സൂറത്ത് ദുഹാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖത്മുകൾ തീർക്കുമ്പോ, പരിശുദ്ധ ഖുർആന്റെ പേജുകൾ മറിച്ചിടുമ്പോ സൂറത്ത് ദുഹാനിൽ ഒരായത്ത് കം തറകൂ ഫീഹാ ജന്നാതിൻ വഉയൂൻ. ഒന്നുകൂടെ ഓതണേ, ഒന്നുകൂടെ ആവർത്തിച്ചോദണേ. ഇത് എവിടെയോ കേട്ട ആയത്തല്ലയോ? ഇത് പൊന്നത്ത് വയലിന് കേട്ടപ്പോ, വയലിന് വന്നിരുന്നപ്പോ പ്രവാചകൻ ഈ ആയത്തല്ലയോ ഓതിയത്? സൂറത്ത് ദുഹാനിലെ ഈ ആയത്തല്ലയോ ഉരുവിട്ടത്? കം തറകൂ ഫീഹാ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമകാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഅൗറത്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർള് വമാ കാനൂ മുൻദരീൻ. അല്ലേ? എത്ര കരഞ്ഞവരാ, എത്ര ആസ്വദിച്ചവരാ. അവരോട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, മോളെ നീ അനുഭൂതിയാതകമായി ജീവിക്കുന്ന ഈ സുഖങ്ങളുണ്ടല്ലോ, ഈ ആഡംബര വീടുണ്ടല്ലോ, ഈ ആഡംബരപൂർണമായ നിന്റെ വാഹനമുണ്ടല്ലോ, അനുഭൂതിയാതകമായി ജീവിക്കാനുള്ള ബിൽഡിങ്ങുകളുണ്ടല്ലോ, നിനക്കൊരുപാട് സമ്പത്തുണ്ടല്ലോ, ഇതൊക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് അപ്പുറത്തെ ഒരു തലമുറക്ക്, വരും തലമുറക്ക് കൈമാറിയിട്ട് കടന്നു പോകുമ്പോ, ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോ നിനക്ക് വേണ്ടി ആകാശവും ഭൂമിയോ ഒരിക്കൽ കണ്ണുനീര് പൊഴിക്കുന്നില്ല പെങ്ങള്. സീരിയലിന്റെ മുമ്പിൽ കുത്തിയിരുന്നിട്ട് കണ്ണുനീര് പൊഴിച്ച നിനക്ക് വേണ്ടി ആകാശവും ഭൂമിയും ഒരിക്കൽ കണ്ണുനീര് പൊഴിക്കില്ല പെങ്ങള്. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഏകാന്തതയിലെ പാതിരാവിലെ എല്ലാവരും സുഖനിദ്രയിൽ ആറാടുന്ന സമയത്ത് പാതിരാവിലെ എഴുന്നേറ്റിട്ട് അംഗശുദ്ധി വരുത്തിയിട്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സുജൂദിൽ കടന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞാൽ നിന്റെ റൂഹങ്ങ് പിടിക്കുന്ന സമയത്ത്, നിന്റെ റൂഹ് റഹ്മത്തിന്റെ മാലാകമാര് പിടിച്ചു പോകുമ്പോ ആകാശവും ഭൂമിയും നിനക്ക് വേണ്ടി കണ്ണുനീര് പൊഴിക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു വേള ചിന്തിക്ക്, എന്റെ റൂഹിന്ന് പിടിച്ചു കഴിഞ്ഞാൽ, എന്റെ റൂഹിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ എനിക്ക് വേണ്ടി ആകാശവും കണ്ണുനീര് പൊഴിക്കുമോ? ഭൂമി എനിക്ക് വേണ്ടി കരയുമോ? ആ ഒരു കൂട്ടത്തിലാണോ ഞാനുള്ളതെന്ന് ഒരു വേള ചിന്തിച്ചു നോക്കെന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അതുകൊണ്ടല്ലയോ സയ്യിദത്തുനാ അസ്മാ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റക്ക് വേണ്ടി പുറപ്പെടുന്ന സമയത്ത്, ഹിജ്റ പോവാൻ വേണ്ടി പുറപ്പെടുമ്പോ സയ്യിദുനാ അലി തങ്ങളെ തന്റെ വിരിപ്പിലേക്ക് കടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് സഹാബാ കിറാമിനെ വിളിച്ചിട്ട് ഹിജ്റ പോവാൻ സമ്മതം ചോദിച്ചിട്ട് എല്ലാ സാമഗ്രികളും തയ്യാറാക്കി വെച്ചിട്ട് കടന്നു പോവാൻ തയ്യാറായി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു മറിഞ്ഞു നോക്കുന്നു. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുന്നു. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങെന്തേ അന്വേഷിക്കുന്നത്? എന്തേ നോക്കുന്നത് നബിയേ? എനിക്കിത് കെട്ടാനുള്ള കയറില്ല സിദ്ദീഖേ, സാമഗ്രികൾ കെട്ടാനുള്ള കയറില്ലെന്ന് പറഞ്ഞപ്പോ സയ്യിദത്തുനാ അസ്മാ റളിയല്ലാഹു അൻഹാ
വിരിപ്പിന്റെ വിരിയുടെ അപ്പുറത്ത് നിന്ന് തന്റെ അരയുടുപ്പ് കീറിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ സംഭാവനയായിട്ട് നൽകിയിട്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, തനിക്ക് രക്ഷക്കുള്ള മാർഗമായിട്ട് ഇത് എനിക്ക് കബൂലിയത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാലും പ്രവാചകരെ എന്ന് സയ്യിദത്തുനാ അസ്മാ അരയുടുപ്പ് പോലും ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തവർ. നമ്മളെന്താ കൊടുത്ത്? അതൊക്കെ ഇല്ലായ്മയുടെ ഒരു കാലത്ത് ജീവിച്ചവർ. ഇതൊക്കെ മഹ്ശറയുടെ ചോദ്യമായിരുന്നു. മഹ്ശറയെ കുറിച്ച് ചിന്തിച്ചപ്പോഴായിരുന്നു ഇതവർക്ക് പ്രചോദനമായത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായിട്ട് യുദ്ധരണാങ്കണത്തിൽ പങ്കെടുത്ത റാപ്പിയായ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വരുമ്പോ ഹംസത്തുൽ കറാർ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ സഹാബാ, മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറയുടെ തിരുമുറ്റത്ത് വെച്ചിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഹംസയെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോ ഹംസയോട് ചോദിക്കുന്നു, ഹംസ, എന്തേ ചെയ്തത് ഹംസ? നിനക്ക് ആരോഗ്യം തന്നില്ല ഹംസ, നിനക്ക് കാണാനുള്ള കണ്ണുകൾ തന്നില്ല ഹംസ, നിനക്ക് നടക്കാനുള്ള പേശികൾ ചലിപ്പിക്കാനുള്ള കഴിവ് തന്നില്ലേ, എന്തേ നീ എനിക്ക് വേണ്ടി ചെയ്തത് ഹംസ എന്ന് ചോദിക്കുമ്പോ ആ മഹ്ശറയിൽ വെച്ചിട്ട് ഈ ഹംസത്തുൽ കറാറിന് പറയാ കഴിയണം, അല്ലാഹുവേ, നീ തന്ന സുന്ദരമായ അവയവങ്ങളില്ലയോ, അത് മുഴുവനും നിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു അല്ലാ, അത് മുഴുവനും നിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു അല്ലാ എന്ന് പറയാൻ കഴിയണം. അതുകൊണ്ട് സഹാബത്തെ, എന്റെ കരൾ പോലും ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് കടന്നു പോവുകയാണ് സയ്യിദത്തുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ആ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ശരീരഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോ, ഒരു വേള കരള് പോലും ചവച്ചു തുപ്പിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും പവിത്രമായിട്ട്, ഏറ്റവും നല്ല ഭംഗിയില്, ഏറ്റവും സുരക്ഷിതത്വമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഹൃദയാന്തരങ്ങളുടെ ഉള്ളിലുള്ള ആ കരള് പോലും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചപ്പോ ആ ഭൗതിക ശരീരം ലോകത്തിന്റെ നായകര് കണ്ടപ്പോ പൊട്ടി കരഞ്ഞു പോയില്ലയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് രക്തത്തിന്റെ ധമനികൾ ഒറ്റിട്ട് വീണില്ലയോ? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടി കരയുകയാണ്. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം കണ്ടപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇസ്ബിർ യാ ഹബീബല്ലാഹ്, നബിയേ ക്ഷമിക്കണേ നബിയേ, ക്ഷമിക്കണേ നബിയേ. ലോകത്തിൽ കഴിഞ്ഞു പോയ മുഴുവൻ ശുഹദാഇന്റെ നേതാവിന്റെ പദവി ഹംസത്തുൽ കറാറിന് കൊടുത്തിരിക്കുന്നു. യാ റസൂലല്ലാഹ്, ബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫ ഹസദുൽ ഇലാഹ വ സയ്യിദ് ശുഹദാഇ. അതുകൊണ്ടല്ലയോ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഷഹീദിന്റെ പ്രതിഫലം, ലോകത്തെ ഷഹീദിന്റെ നേതാവിന്റെ പദവി ഹംസത്തുൽ കറാർ തങ്ങൾക്ക് കൊടുത്തെന്ന സന്തോഷ വാർത്ത അറിയിച്ചപ്പോഴല്ലയോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ തുടച്ചത്, അല്ലാഹുവിന്റെ റസൂലിന് ക്ഷമ കൈവന്നത്. ഓർക്കുമോ, ചിന്തിക്കുമോ? ഒരു വേള സ്വന്തം നഫ്സിനോട് ചോദിക്കുമോ, എന്തേ ചെയ്തത്? മഹ്ശറയുടെ ചോദ്യത്തിന്റെ മുമ്പില് എന്തേ നമ്മൾ മറുപടി പറയുക? എന്തേ മറുപടി പറയാനുള്ളത്? എന്താ നമ്മളും ചോദിച്ചു നോക്കും, നഫ്സിനോട് ചോദിക്കേ, സ്വന്തം ശരീരത്തിനോട് ചോദിച്ചു നോക്കണോ എന്താ ഉള്ളേ അല്ലേ? മുഴുവനും കൊടുത്തു ഉള്ളത് മുഴുവൻ. നമ്മൾ വയലിന് 100 രൂപ കൊടുത്ത് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10,000 രൂപേൻ്റെ പരസ്യമല്ലേ വാട്സാപ്പിലൊക്കെ നമ്മളിങ്ങനെ വിടുകയല്ലേ അല്ലേ? ഇത്ര കൊടുത്തു അത്ര കൊടുത്തു പറഞ്ഞിട്ടില്ലേ? ഒരാൾ സംഭാവന കൊടുത്തങ്ങാണ്ട് പറയാൻ വിട്ടുപോയിക്കുണ്ടെങ്കിലുള്ള കോലാഹലങ്ങൾ യാ അല്ലാ അല്ലേ? നമ്മൾ ചോദിച്ചു നോക്ക്. അതൊക്കെ അള്ളാൻ്റെ വജ്ഹിന അല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കും. മുഴുവനും കൊടുത്തു. നമ്മളെല്ലാം കൊടുക്കല് നമ്മൾ ഇല്ലപ്പോഴല്ലേ? അള്ളാഹു പ്രതാപം തന്നതല്ലേ?
അല്ലേ? ഈ പ്രതാപമൊക്കെ തന്നിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ മടി, അല്ലാഹു തന്ന സമ്പത്തിന് കൊടുക്കാൻ മടി അല്ലേ? സയ്യിദുനാ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ദീനിലേക്ക് കടന്നു വരുമ്പോ, കലിമത്ത് തൗഹീദിന്റെ ശാന്തസുന്ദരമായ തീരത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശബ്ദത്തിൽ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുവിന്റെ ഹബീബ്, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്കേറ്റവും ഇഷ്ടമുള്ളത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ പ്രവാചകനോടുമാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇസ്തദ്ദഉൽ ബലാ ഇസ്തദ്ദഉൽ ഫഖറ, എന്ന ആഫത്ത് മുസീബത്തുകൾ കൊണ്ട് പരീക്ഷിക്കും, ഫക്കീർത്തരം കൊണ്ട് പരീക്ഷിക്കും. അതുകൊണ്ട് ഉമൈർ അങ്ങ് സൂക്ഷിച്ച് പറയണേ. ഉമൈർ തങ്ങൾ വീണ്ടും പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമാണ്. 3 തവണ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹുവിന്റെ റസൂല് 3 തവണയും പറഞ്ഞു, എന്നാൽ നീ ഭയപ്പെടണേ, ദാരിദ്ര്യത്തെ ഭയപ്പെടണേ, നിനക്ക് ആഫത്ത് മുസീബത്തുകൾ വരുന്നതിനെ തൊട്ട് ഭയപ്പെടണേ ഉമൈർ. അതുകൊണ്ട് സൂക്ഷിച്ച് പറയണേ ഉമൈർ. ഉമൈർ തങ്ങൾ പിന്മാറാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഭയത്തിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നപ്പോ, അന്ന് വരെ ഏറ്റവും വലിയ ധനാർജനായിരുന്ന, കോടീശ്വരനായിരുന്ന, ദീനാറിന്റെ ദിർഹമിന്റെ മട്ടുപ്പാവില് ജീവിച്ച സയ്യിദുനാ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങള്, അന്ന് മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോ യുവാക്കൾക്ക് അദ്ദേഹത്തെ നോക്കി നിൽക്കൽ ഒരു ഹരമായിരുന്നു. അന്നാരും ധരിക്കാത്ത പ്രൗഢിയുള്ള വസ്ത്രം, അന്നാരും കണ്ടിട്ടില്ലാത്ത കുതിരകള്, അന്നാരും പൂശിയിട്ടില്ലാത്ത അത്തറുകള്, ഇതൊക്കെ എല്ലാ ഉടയാടകളും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭൂതിയാതകമായിട്ട് ഉപയോഗിച്ച സയ്യിദുനാ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് മഹ്ശറയുടെ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോ, മഹ്ശറയുടെ ഭയാനതയെ കുറിച്ച് ചിന്തിച്ചപ്പോ, ആ മിസ്അബ് തങ്ങള് ഈ ലോകത്തോട് വിട പറയുമ്പോ തലമറച്ച കാലുമറച്ച തലമറയാത്ത ഒരരയുടുപ്പ് മാത്രമായിട്ട് ബാക്കിയാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ആ മയ്യത്ത് കണ്ട സഹാബി വര്യന്മാരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിയെങ്കിൽ എന്തിനാ ഈ ത്യാഗം സഹിച്ചത്? മഹ്ശറ, അവരുടെ ഭയം അത് മാത്രമായിരുന്നു അല്ലേ? അത് മാത്രമായിരുന്നു ഭയം. എന്ത് ചെയ്യും? ബിസ്മില്ലാഹ് അല്ലേ? നല്ലോണം കൊടുക്കണം. ശബ്ദമൊന്നും നിങ്ങൾ വിചാരിക്കും ഭയങ്കര ശബ്ദമൊന്നും ഉണ്ടാക്കേണ്ട, കോലാഹലം നല്ല നോട്ടന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിയത് നോക്കി കൊടുത്തോ, ഇതും വെറുതെ ആയിപ്പോവില്ല. വെറുതെ പിരിവിന് വയൽ പറയേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ നല്ലോണം കൊടുക്കുന്നോല, നിങ്ങൾ ഉഷാറാന്നുള്ള കാര്യം 7 ദിവസത്തെ വയൽ തന്നെ, 7 ദിവസം വയൽ വെച്ച് നല്ല പരിപാടി അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാവട്ടെ. എൻ്റെ സഹോദരിമാരൊക്കെ നല്ലോണം സഹായിക്കണം, നല്ലോണം കൊടുക്കണം, നല്ല ഉദ്ദേശം വെച്ച്. ഇതൊക്കെ നമ്മളെ ഉപ്പയും ഉമ്മയും നമ്മളെ മുൻഗാമികളും അല്ലേ ഒരു പെടാപ്പാട് പെട്ടിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചെന്ന് അല്ലേ, ഓരിക്ക് വേണ്ടിയിട്ട് ഓരിക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ നമ്മൾ ഈ സദസ്സിൽ നിന്ന് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ, കഴിഞ്ഞു പോയ മൺമറഞ്ഞു പോയ മുൻഗാമികളെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വയലൊക്കെ വരുമ്പോൾ നമ്മളെ മക്കളും കൊടുക്കും അല്ലേ? നമ്മളെ മക്കൾ തൊട്ടിപ്പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കിക്കുക, നമ്മൾ കൊടുക്കുന്നുണ്ടോ നിങ്ങനെ കാണുക. നമ്മൾ തുറന്ന പുസ്തകമാണ്, മാതാപിതാക്കൾ എന്ന് പറയുന്ന ഒരു തുറന്ന പുസ്തക. ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ മക്കള്. നല്ലോണം കൊടുക്കണം, ബിസ്മിയും കൂട്ടിയിട്ട്. ഇത് 10 റുപ്യ ചുരുട്ടി മടക്കിയിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് പരിപാടി കഴിഞ്ഞിട്ട് 2 മണിയായിട്ട് സെക്രട്ടറി പുരയിലെത്തിയില്ല. ഭാര്യ വിളിച്ചു നോക്കി, നിങ്ങൾ എവിടെയാ ഉള്ളത്? എല്ലാവരും പോയല്ലോ. അത് പറഞ്ഞാൽ മുല്ലാറ് പുരയിലെത്തി കിടന്നുറങ്ങാൻ തുടങ്ങിയ നിങ്ങളെന്ത് തോന്നുന്നു? മോളെ 10 റുപ്യ നീർക്കുന്ന പരിപാടിയില്ല അല്ലേ? എൻ്റെ സഹോദരിമാർ ഒക്കെ കൊടുത്തുപോയി ബൈക്കളാണ്. ഓട്ടോറിക്ഷക്കൊക്കെ വലിയ ഓട്ടോറിക്ഷയിലൊന്നും കയറി നോക്കും ബാക്കി തരുന്നില്ല. 10 ഇങ്ങനെ വയലിന് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ പെങ്ങന്മാർ ചുറ്റിക്കൂട്ടി വെച്ചിക്ക കൊടുത്തുപോയി ബൈക്കളെ. നല്ല വലിയ നോട്ടെന്നെ കൊടുത്തു. ഇതൊന്നും വെറുതെ ആവൂല. നിങ്ങളറിയോ ഓരൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ട് സഹിച്ച ത്യാഗം അല്ലേ? നമ്മളൊക്കെ എന്ത് ത്യാഗം സഹിച്ചേ. നമ്മൾ ഇത്രയും ചരിത്രങ്ങൾ പറഞ്ഞല്ലേ. കൊടുക്കലിൻ്റെ വിഷയം ഞാൻ സൂചിപ്പിച്ചു, ഇൽമിൻ്റെ വിഷയം ഞാൻ സൂചിപ്പിച്ചു, ഇബാദത്ത് ഞാൻ സൂചിപ്പിച്ചു. ഇതിലൊക്കെ നമ്മളെ സ്ഥാനം എഴുതിയാൽ നമ്മളൊന്ന് നഫ്സിനോട് ചോദിക്കുക അല്ലേ? നമ്മൾ കുറച്ച് കൊടുത്താൽ വലിയ കൊടുക്കുന്ന ആളെ പോലെ നമ്മൾ വലിയ
ഇല്ല, നമ്മളെ കൊടുത്തിട്ട് എവിടെ എത്തിയിട്ടില്ല അല്ലേ. സയ്യിദന സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും കൊടുക്കാൻ മത്സരിച്ചു, കൊടുത്തു അല്ലേ. ഇനി എന്താ ഇല്ലേ ബാക്കിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേർപകുതി കൊടുത്തു എന്നാണ്. മറ്റാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നറിയോ, ഇനി അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും മാത്രം ബാക്കി, മുഴുവൻ അങ്ങോട്ട് കൊടുത്തു. കൊടുക്കാൻ വലിയ ഇത് വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിപാടി കടത്തിലായി പോരുത്, പരിപാടി ഇനി വിജയിക്കണം. ഇതുകൊണ്ട് ഒരു അടുത്ത കൊല്ലം ആവേശം ഇതിലെ കൂടുതൽ ഒന്നും കൂടെ ഉഷാറാക്കാനുള്ള ആവേശം ഉണ്ടാവണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളറിയോ നമ്മളൊക്കെ അല്ലേ ഈ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാൻ്റെ റസൂലൊക്കെ ചെയ്ത ത്യാഗം കേൾക്കണം അല്ലേ. എന്നിട്ട് ആ ദീന് നമ്മളെ കയ്യിൽ നിന്ന് പിച്ച് ചീന്തുകയാണ്. ആ പതാക, ആ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളൊക്കെ നേടിത്തന്ന ഇസ്ലാമിൻ്റെ പതാക നമ്മളെ കയ്യിലേക്ക് ആ തനതായ ശൈലിയിൽ നമ്മളെ കയ്യിലേക്ക് മുൻഗാമികളായ ആൾക്കാരെ ഏൽപ്പിച്ചപ്പോൾ നമ്മൾ ചെയ്യുന്ന മാമാങ്കങ്ങൾ, നമ്മൾ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ, കല്യാണ വീടുകളിലൊക്കെ അല്ലേ, ഇതൊക്കെ ഏത് റസൂലുള്ള പഠിപ്പിച്ചതാ, ഏത് നായകന്മാരാ നമ്മളിലേക്ക് മാതൃക കടന്നു വന്ന്. നമ്മൾ ചിന്തിച്ചു നോക്ക്, കല്യാണ വീടുകളിലൊക്കെ നടക്കുന്ന ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ അറിയൂല അല്ലേ. മഷറനെ കുറിച്ച് തങ്ങന്മാരെ കൊണ്ടുവരും നിക്കാഹിന് ഓരോ ദ്വയർക്കും, എന്നിട്ട് പറയും വസ്വാജിഹി താഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദ്വയർന്നിട്ട് ഇപ്പോൾ മുൻഗാമികളായല്ലേ അല്ലേ, സച്ചരിതരായ മുൻഗാമികളായ ആൾക്കാരുടെ മാതൃകാ ദമ്പതികളാക്കി ഇവരെ മാറ്റണേ പഠിച്ചോനെന്നൊക്കെ ദ്വയർനാമ്യം പറഞ്ഞങ്ങ് പോമൾക്ക് തുടങ്ങും പൊട്ടിക്കാൻ. പിന്നെ ഓല എന്താ പറയുക, പുതിയാപ്പിള പോകുന്ന ഒരു രംഗൊക്കെ അല്ലേ. നിക്കാഹ് എന്ന് പറയുന്ന പവിത്രമായ ചടങ്ങ് പോലും ആഭാസമാകുക. മറ്റുള്ള മതങ്ങൾ, ഇതര മതങ്ങളിൽ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്ക്, ഓർക്കറിയാം ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ഉൾക്കൊള്ളേണ്ടവർ, പഠിക്കേണ്ടവർ. പക്ഷെ നമ്മൾ പുതിയാപ്പിള വന്ന JCBയിലും കാളവണ്ടിയിലും ഉന്തുവണ്ടിയിലും സൈക്കിളുമലും അല്ലേ ഓല അല്ലേ. നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ സുന്നത്താ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ റഹ്മത്തിന്റെ മാലാകമാര് ഒരുമിച്ച് കൂടുന്ന സദസ്സാണെന്ന് മുഹമ്മദ് മുസ്തഫ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണ് നിക്കാഹിന്റെ വേളയെന്ന് മുഹമ്മദ് മുസ്തഫ. എൻ്റെ സാസൊക്കെ നമ്മൾ അനുകൂലക്കാണ് അല്ലേ. അതുകൊണ്ട് നല്ലോണം ചിന്തിച്ചിട്ട് ഒരു മാറ്റം, തുടക്കം മുതൽ ഒരു മാറ്റം വരണം മഷറയിൽ. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും, ഇതിനെക്കുറിച്ചൊക്കെ ഒരു മറുപടി പറയണം. നിങ്ങളറിയോ ഈ ദീന് നിലനിർത്താൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ ഒരു സുപ്രഭാതത്തിൽ വീട്ടിലേക്ക് കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്നത് പൊട്ടി കരയുകയാണ്. ആരെന്നറിയുമോ? ആരെക്കുറിച്ചിട്ടാണ് ലോകത്തിന്റെ നായകൻ പറഞ്ഞത് എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ലോകത്ത്? ആരെക്കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? അതേ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ആ ഫാത്തിമ ബീബിയുടെ പുന്നാര മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരാ കരയുന്നത്. വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഫാത്തിമയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ ഫാത്തിമ കുട്ടി കരയുന്നത് കേൾക്കുന്നില്ല ഫാത്തിമ, ഒന്ന് കരച്ചിലൊന്ന് കേൾപ്പിക്ക് ഫാത്തിമ, കരച്ചിലൊന്നടക്ക് ഫാത്തിമ, അവർക്ക് മുലപ്പാലൊന്ന് കൊടുക്ക് ഫാത്തിമ. ഫാത്തിമ കേൾക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോ കരച്ചിലിന്റെ ശബ്ദം അങ്ങനെ കൂടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, മക്കളെ ഒന്ന് എടുക്ക് ഫാത്തിമ, ഒന്ന് താലോലിക്ക് ഫാത്തിമ, ഒന്ന് കരച്ചിലൊന്നടക്ക് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞ് പള്ളിയിലേക്ക് മന്ദമാരുതനെ പോലെ കടന്നു പോവുകയാണ്. പള്ളിയിലെത്തി അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലെത്തിയിട്ട് ആ വിരിപ്പിലെത്തിയപ്പോഴും ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുപോളുടെ മക്കള് കരയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കർണപടങ്ങളിൽ അലിയൊലി കൊണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളോട് ശബ്ദമുയർത്തിയിട്ട് ചോദിക്കുന്നു, ഫാത്തിമ എന്തേ നീ കേൾക്കാത്തത്? എന്തേ നിന്നോടല്ലേ പറഞ്ഞത്? കുട്ടികളെ കേൾപ്പിക്കാൻ നിന്നോടല്ലേ പറഞ്ഞത്? എന്തേ ഫാത്തിമ എന്ന് ചോദിച്ചപ്പോ തലകുനിഞ്ഞു നിൽക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ആ ഫാത്തിമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണിനേറെ ധാരധാരയായി ഒഴുകുകയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട
സഫാക്കപ്പെട്ട മേനിയിൽ കസഹരി ഫീ തറഫിർ വൽ ബദരി ഫീ ശറഫി വൽ ബഹരി ഫീ കറമിൻ വദ്ദഹരി ഫീ ഹിമമി. റോസാപ്പൂവിന്റെ ദന്തനിരകൾ പോലോത്ത ഭൂമേനിയുള്ള അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ ഹബീബേ, ഞാൻ കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കാഞ്ഞിട്ടല്ല നബിയേ, ഞാൻ പാല് കൊടുത്തു നോക്കി, എന്റെ മാറിടം അവരുടെ വായിലേക്ക് വെച്ചു കൊടുത്തു നബിയേ. പക്ഷേ ദിവസങ്ങളായി പട്ടിണിയിലാണ് നബിയേ, ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നബിയേ, അതുകൊണ്ട് മുലപ്പാലില്ല, മുലയിൽ പാലില്ല നബിയേ. ഇതങ്ങ് കേൾക്കേണ്ടുന്ന താമസം അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് ലക്ഷ്യമില്ലാതെ കടന്നു പോവുകയാണ്. ദൂരെയുള്ള ഒരു ജൂതന്റെ വീട്ടിലേക്ക് കടന്നു പോയിട്ട്, ആ ജൂതന്റെ വീട്ടിൽ കടന്നു പോയിട്ട് പറയുന്നു, എനിക്കൊരു ജോലി തരുമോ, എനിക്കൊരു പണി തരുമോ, എന്തെങ്കിലും ഒരു പണി തന്നാൽ നന്നായിരുന്നു. ജൂതനായ മനുഷ്യൻ പറഞ്ഞു, ഈ തപ്പനത്തൈ നടക്കാൻ, ഈ തപ്പനത്തൈ നനയ്ക്കാൻ, ഒരു തൈ നനച്ചാൽ 3 കാരക്ക തരാമെന്ന ഉപാധി വെച്ചപ്പോ 3 ഈത്തപ്പനകൾ നനച്ചു. 4ാമത്തെ ഈത്തപ്പനത്തൈ തൊട്ടിയില് വെള്ളം കോരിയിട്ട് നനക്കാൻ ഭാവിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി അങ്ങോട്ട് കിണറ്റിലേക്ക് വീണു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണു പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന്റെ, ജൂതനായ മനുഷ്യന്റെ സമീപത്ത് വന്നിട്ട് സംഭവം വിശദീകരിച്ചപ്പോ, തൊട്ടിയും കയറും കിണറ്റിൽ വീണുപോയെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ, അദ്ദേഹം, ആ മനുഷ്യൻ, ക്രൂരനായ മനുഷ്യന് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മേനിയിൽ തന്റെ കരങ്ങൾ കൊണ്ട് ആഞ്ഞാഞ്ഞ് പതിപ്പിച്ചപ്പോ ഒരക്ഷരം പോലും തിരിച്ചു പറയാതെ, ഒരക്ഷരം പോലും മറുത്തൊരക്ഷരം പോലും ഉരുവിടാതെ അല്ലാഹുവിന്റെ റസൂൽ ശാന്തസുന്ദരമായിട്ട് അവിടെ നിന്നപ്പോ അല്പസമയങ്ങൾക്ക് ശേഷം, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ മനുഷ്യന്റെ സമീപത്ത്, ജൂതനായ മനുഷ്യന്റെ സമീപത്ത് കടന്നുപോയിട്ട് ചോദിക്കുന്നു, ഓ മനുഷ്യ, ഞാൻ 3 ഈത്തപ്പനത്തൈ നനച്ചില്ലയോ, അതിന്റെ കൂലി എനിക്ക് തരുമോ, അതിന്റെ പ്രതിഫലം എനിക്ക് തരുമോ? പുണ്യ നബിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ജൂതനായ, യഹൂദനായ മനുഷ്യൻ പകച്ചു പോവുകയാണ്. എന്തൊരത്ഭുതമാണ്! തൊട്ടപ്പുറത്തെ നിമിഷത്തിലല്ലയോ ഈ മനുഷ്യന്റെ കവിൾത്തടത്തിലേക്ക് തന്റെ കരങ്ങൾ കൊണ്ട് ആഞ്ഞാഞ്ഞ് പതിപ്പിച്ചത്. ഒന്ന് പുഞ്ചിരിക്കുകയല്ലാതെ മറുത്തൊരക്ഷരം ഉരിയാടാതെ ഈ നിൽക്കുന്ന മനുഷ്യനാരാണ്? ഇതൊരത്ഭുതം തന്നെയല്ലയോ? ആ മനുഷ്യനെ തന്നിലേക്ക് ചേർത്തി വിളിച്ചിട്ട്, തന്നിലേക്ക് അടുത്തേക്ക് വിളിച്ചിട്ട് 3 ഈത്തപ്പന കൈകൾ നനച്ച, 3 ഈത്തപ്പന തൈകൾ നനച്ച പ്രതിഫലമായിട്ട് 9 കാരക്ക അങ്ങോട്ട് കൊടുത്തു വിടുകയാണ്. 9 കാരക്ക കൊടുത്തു വിടുകയാണ്. അടികൊണ്ട ലാഭം 9 കാരക്ക. തിരിച്ചു വീട് ലക്ഷ്യമാക്കി കടന്നു പോകുന്നു. വീട്ടിലെത്തിയപ്പോ അത് കരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പിഞ്ചു കുട്ടികളാണ്, പാല് കിട്ടാഞ്ഞിട്ടാ കരയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഉമ്മറപ്പടിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന ഹസൻ എന്ന് പറയുന്ന പൊന്നുമോനെ വാരിപ്പുടർന്നിട്ട് തന്റെ കയ്യിലെ ഈത്തപ്പനം അങ്ങോട്ട്, കാരക്ക അങ്ങോട്ട് കൊടുത്തപ്പോ പുഞ്ചിരി തൂകിക്കൊണ്ട് ഞെട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളത് വായിലിട്ട് നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ കുനിഞ്ഞിരിക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, അബീ, പിതാവേ, എന്തേ എപ്പോഴാ വന്നത്? എവിടെയാ പോയത്? എന്തേ അങ്ങ് കുനിഞ്ഞിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൾത്തടത്തിലെ പാട് കാണാതിരിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൾത്തടത്തിലെ പാട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട മേനിയിലെ ആ 2 കരങ്ങൾ തന്റെ കവിൾത്തടത്തിലേക്ക് ചേർത്തി വെച്ചിട്ട് കുനിഞ്ഞങ്ങോട്ട് നിന്നപ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് വന്നിട്ട് ചോദിക്കുന്നു, ബാപ്പാ, ഇത് പതിവില്ലാത്തതാണല്ലോ,
എന്തേ കുനിഞ്ഞു നിൽക്കുന്നത്? എന്തേ അങ്ങേക്ക് സംഭവിച്ചത്? എന്തേ അങ്ങേക്ക് പറ്റിയത്? ഒന്നുമില്ല മോളെ, ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ ഇതല്ലയോ പതിവിന് വിപരീതമല്ലയോ? അതുകൊണ്ട് അങ്ങയുടെ കവിളൊന്ന് കാടട്ടെ. എന്തേ ബാപ്പ കുനിഞ്ഞു നിൽക്കുന്നത്? എന്തേ കൈ കവിൾത്തടത്തിൽ ചേർത്തി വെച്ചത് ബാപ്പ എന്ന് ചോദിച്ചപ്പോ ആ പൊന്നുമോള് അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൾത്തടത്തിൽ നിന്ന് 2 കരങ്ങളങ്ങെടുത്ത് മാറ്റിയപ്പോ കവിൾത്തടത്തിൽ ചുവന്നു തുടുത്ത് 5 കൈവിരലുകളുടെ 5 പാടുകൾ നിലനിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു വേള പോലും പറഞ്ഞു പോയില്ല, അല്ലാഹുവേ ഇതെന്തൊരു പരീക്ഷണമാണെന്ന്. മോളെ, ഞാൻ നിന്നെ പോറ്റി വളർത്താൻ വേണ്ടി മക്കൾക്ക് കാരൊക്കെ സമ്പാദിക്കാൻ വേണ്ടി പോയപ്പോ എനിക്ക് കിട്ടിയതാണെന്ന് പൊന്നുമോളോട് പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ അത് സഹിച്ചത് എന്തിനു വേണ്ടി എന്നറിയുമോ? നാളെ മഹ്ശറയുടെ തിരുമുറ്റത്തിയെത്തുമ്പോ അവിടെ വച്ച് ചോദ്യങ്ങൾ ഉരുവിടുമ്പോ അവിടെ വച്ചിട്ട് നിന്റെ കുടുംബത്തിന്റെ വായിലേക്ക് വച്ചു കൊടുക്കുന്ന ചോറുരുളക്ക് പോലും നിനക്ക് സദക്കയുടെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ വാക്താക്കളായതുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ലോകത്തുനിന്ന് ക്ഷമ കൈകൊണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ ചെറിയൊരു പ്രയാസം വരുമ്പോൾ, ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ അല്ലേ, നമ്മളെ ഓഫീസിൽ, നമ്മളെ കച്ചവടത്തിൽ, നമ്മളെ ബിസിനസ്സിൽ, നമ്മളെ പുറത്തുള്ള എന്തെങ്കിലും ഇടപാടിൽ ചെറിയ പ്രയാസം വന്നാൽ തിരിയും അല്ലേ, കടന്നൽ കുത്തിയമാതിരി ഉണ്ടാവും ഓറ മോന്ത. വന്നിട്ട് അങ്ങാടി തോറ്റൻ അമ്മേൻ്റെ കൂടെ എന്ന് പറഞ്ഞ മാതിരി മൂപ്പിറങ്ങി കയറി വരുമ്പോൾ തന്നെ കസേരക്കൊരു ചവിട്ട് അല്ലേ, ഡോറിനൊരു ഉന്ത് അല്ലേ, കയറി വന്ന പെണ്ണുങ്ങൾക്ക് ബഹുമാനപ്പെട്ട സ്ഥലങ്ങൾ ചേർത്തിയൊരു വിളി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചിന്തിക്കുക, മഹ്ശറയിലേക്ക് വേണ്ടിയിട്ട് പടച്ചവനെ കണ്ടുമുട്ടുമ്പോൾ തൃപ്തിയോടുകൂടെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ, തൃപ്തിയോടുകൂടെ കണ്ടുമുട്ടിയിട്ട് ഒരു വിടവാങ്ങലിന് വേണ്ടിയിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എന്ത് ത്യാഗാ ചെയ്തത് അല്ലേ. മഹ്ശറയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് ചിന്തിക്കണം. ഞാൻ വിഷയം കൊടുത്ത മഹ്ശറ, പരലോകം, ഖുർആനില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ എത്തുന്ന മുന്നേ ഒരുപാട് നമ്മൾ മഹ്ശറയിൽ എത്തണം. ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ, ഖബറിൽ രക്ഷപ്പെടണ്ടേ. നമ്മൾ മനസ്സിന് കൊടുത്തോക്ക്. എങ്ങനെയാ നമുക്ക് ഉറക്ക് വരുന്നത്? എങ്ങനെയാ നമുക്ക് ഉറങ്ങാൻ കഴിയുന്നത് അല്ലേ? എങ്ങനെയാ നമുക്ക് ക്ഷീണോ, എങ്ങനെയാ നമുക്ക് വ്യർത്ഥോ അല്ലേ? ഇങ്ങനൊരു ത്യാഗം നമ്മൾ പറ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ കവിൾത്തടത്തിലേക്ക് പതിഞ്ഞ അടിയൊക്കെ, അതോ കവി പാടിയില്ലേ, ലതംശി ഇല്ലാ അലാ ഹദീലൽ ഖദമു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പുണ്യപ്രവാചകരെയും കൂട്ടിയിട്ട് ആകാശരോഹണം നടത്തിയപ്പോ, ഒരു വേളയെത്തിയപ്പോ, ഒരു പദവിയിലെത്തിയപ്പോ പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, ഇനി എനിക്കങ്ങോട്ട് പ്രവേശനമില്ല നബിയേ, ഇനി എനിക്കങ്ങോട്ടേക്ക് പ്രവേശനമില്ല യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. ആ പറഞ്ഞ പ്രവാചകന്റെ ശറഫാക്കപ്പെട്ട മേനിയല്ലയോ വേദനിച്ചത്? ലതംശി ഇല്ലാ അലാ. അതുകൊണ്ടല്ലേ കവി പാടിയത്, യാ റസൂലല്ലാഹ്, അങ്ങ് നടക്കരുത്, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ അങ്ങയുടെ ശറഫാക്കപ്പെട്ട മേനി വെച്ച് നടക്കല്ല നബിയേ, അങ്ങയുടെ ശറഫാക്കപ്പെട്ട പാദങ്ങള് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ വെക്കല്ല നബിയേ. ലതംശി ഇല്ലാ അലാ, നടക്കല്ല പ്രവാചകരെ. എന്നെപ്പോലുള്ള പാവികളായ, ദോഷികളായ, മിസ്കീനായ, ബലഹീനനായ, ചപ്പ് ചവറ് ചണ്ടികളായ എന്നെപ്പോലുള്ളവരുടെ കവിൾത്തടത്തിലേക്ക് അങ്ങയുടെ കാൽപാദം വെച്ച് നടന്നാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള മുതൽ സഹാബത്തിനെ ഓരോരുത്തരെ എടുത്ത് പരിശോധിക്കുക, എന്ത് ത്യാഗം അവർ ചെയ്തത് അല്ലേ, എന്തൊക്കെ ത്യാഗങ്ങളാ.
നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ് അല്ലേ? ത്യാഗങ്ങൾ മുഴുവനും ഇന്നും വയല് വെച്ചിട്ട് നമ്മളെ മഹലിൽ വയല് വെച്ചിട്ട് ആ വയലിന്റെ സദസ്സിലേക്ക് ഒരു വേള കടന്നിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ ദുനിയാവിന്റെ പിന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു ഹിജാസ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ ന്യായാധിപനാണ്, ഭരണകർത്താവാണ് സയ്യിദുനാ ഉമൈർ തങ്ങള്. അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു എന്ന ഒരു വാർത്ത കേട്ടപ്പോ ഹിജാസിന്റെ ഗവർണർ പദവിയിൽ നിൽക്കുന്ന സയ്യിദുനാ ഉമൈർ തങ്ങളെ വിളിപ്പിക്കുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. ഉമർ തങ്ങളോട് ഉമർ തങ്ങൾ പറയുന്നു, യാ ഉമൈർ തങ്ങളെ, എന്റെ കത്ത് കിട്ടിയാൽ ഉടനെ കടന്നു വരണേ, മദീനയുടെ എന്റെ കോടതിയിൽ ഹാജരാവണേ. ഉമൈർ തങ്ങൾക്ക് കത്ത് കിട്ടിയപ്പോ കടന്നു വരികയാണ്. ഉമൈർ തങ്ങൾ കടന്നു വരികയാണ്. ഒരു ഊന്നുവടിയും തോളം സഞ്ചിയുമായിട്ട് കടന്നു വന്നിട്ട് സയ്യിദുനാ റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് വന്നിട്ട് സലാം ഉരത്തിയിട്ട് പറയുന്നു, യാ ഉമർ. സയ്യിദുനാ ഉമൈർ തങ്ങൾ പറയുകയാണ്, യാ ഉമർ, യാ ഉമർ, ഏ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാനാണ് ഉമൈർ. ആരാണെന്ന് ചോദിച്ചപ്പോ ഞാനാണ് ഉമൈറാണ്. കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഉമൈർ, അങ്ങയുടെ കോലം ഇങ്ങനെയല്ലല്ലോ, അങ്ങയുടെ ശരീരഘടന ഇങ്ങനെയല്ലല്ലോ, എന്തേ ഇങ്ങനെ ഒരു മാറ്റോ, എന്തേ ഇങ്ങനെ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചപ്പോ ഉമർ തങ്ങളെ പാതിരാവിൽ ഉറക്കൊഴിഞ്ഞ് പ്രജകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഉറക്കില്ല ഉമറേ. പക്ഷെ അങ്ങയുടെ കത്ത് കിട്ടിയപ്പോ പുറപ്പെട്ടതാണ്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതി കേട്ടപ്പോ ഞാനിതാ വന്നിരിക്കുന്നു എന്നെ വിചാരണ ചെയ്യോ ഉമറേ. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ മാറ്റിവെക്കാതെ ഇവിടെ വച്ചിട്ട് ഞാൻ അനധികൃതമായിട്ട് എന്റെ കുടുംബത്തിന് വേണ്ടി വല്ലതും സമ്പാദിച്ചെങ്കിലോ അത് മുഴുവനും കണ്ടുകെട്ടിയിട്ട് ഇസ്ലാമിന്റെ ഈ ഭരണാധികാരികളുടെ പത്രാസിലേക്ക്, ഈ ഭരണാധികാരികളുടെ പെട്ടിയിലേക്ക് എന്റെ മുഴുവനും സമ്പത്തും കൊണ്ടുവരണം, തിരിച്ചടക്കാൻ എന്നോട് പറയണം ഉമർ. ഇതാ ഞാൻ ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചതെന്ന് പറഞ്ഞിട്ട് ഉമൈർ തങ്ങൾ കൊണ്ടുവന്നത് ഒരു ഊന്നുവടിയാണ്. ഊന്നുവടിയെ കുറിച്ച് ചോദ്യം ചെയ്യുകയാണ്. എന്തിനാ ഊന്നുവടി ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചത്? ഉമർ തങ്ങളോട് ഉമൈർ തങ്ങൾ പറഞ്ഞത്, യാ ഉമർ, ഉമർ തങ്ങളെ, പാതിരാവിൽ പാവപ്പെട്ട ദരിദ്രവാസികളായ മനുഷ്യന്മാർക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുമ്പോ അവർക്ക് വേണ്ടുന്ന കടമകളും കടപ്പാടുകളും ചെയ്തു കൊടുക്കാൻ വേണ്ടി പാതിരാവിൽ പോലും ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിച്ച് കടന്നു പോകുമ്പോ അവിടെ വച്ചിട്ട് സ്വയം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജന്തുക്കളിൽ നിന്ന്, പിടിമൃഗങ്ങളിൽ നിന്ന് തന്റെ ശരീരം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഊന്നുവടി ഞാൻ ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചത്. ഇത് അധികമാണെങ്കിൽ ഇത് ഇസ്ലാമിന്റെ പൊതുവചനാബിലേക്ക് കണ്ടുകെട്ടിക്കോ എന്ന് സയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു തീർന്നില്ല. ഊന്നുപടി അങ്ങ് സ്വന്തമായി എടുത്തു. എന്റെ തോളൻ സഞ്ചി താഴെ വെച്ചിട്ട് ഉമർ തങ്ങളോട് പറയുന്നു, ഉമർ തങ്ങളെ പരിശോധിക്കണം, ഈ തോളൻ സഞ്ചി ഒന്ന് പരിശോധിക്കണം. തോളൻ സഞ്ചി എടുത്തിട്ട് പരിശോധിക്കും, അതിൽ തോൽപാത്രമാണ്. എന്തിനെ ഇത് ദുനിയാവിൽ നിന്ന് കൊണ്ടുവന്നത്? എന്തിനെ ഇത് സ്വന്തത്തിന് വേണ്ടി സമ്പാദിച്ചു വെച്ചതെന്ന ചോദ്യത്തിൽ ഉമൈർ തങ്ങൾ പറഞ്ഞത്, യാ ഉമർ, ഉമർ തങ്ങളെ, പ്രജകളുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ വേണ്ടിയിട്ട്, നമിക്കാൻ വേണ്ടി, സുജൂദ് ചെയ്യാൻ സമയമാകുമ്പോ അംഗശുദ്ധി വരുത്താൻ വേണ്ടി ഒടുക്കാൻ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയാണ് ഈ ദുനിയാവിൽ നിന്ന് ഞാൻ തോൽപാത്രം സമ്പാദിച്ചത്. ഇത് അധികമാണെങ്കിൽ അങ്ങ് പൊതുഖജനാവിൽ ഇത് കണ്ടുകെട്ടണേ ഉമറേ എന്ന് സയ്യിദുനാ ഉമൈർ
റളിയല്ലാഹു അൻഹു. നമ്മൾ പറ ഒരു മഹ്ശറയിൽ വരിക, ഉമർ തങ്ങൾ കടന്നു വരൂലേ മഹ്ശറയിൽ? ആ ഉമർ തങ്ങൾ കടന്നു വരൂലേ? ചോദ്യം ചെയ്യൂലേ? സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു, എന്ത് ചെലവഴിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ എന്ത് മറുപടി പറയും? എന്ത് മറുപടി നമ്മൾ പറയാ? അല്ലേ, ഒരു ദുനിയാവ് നാകെ സമ്പാദിച്ചതാ പറഞ്ഞത് മരണപ്പെടുമ്പോ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് യഹൂദന്റെ കയ്യിലെ ചെമ്മട്ടി യഹൂദന്റെ കയ്യില് വായ്പയായിരുന്നു എത്ര? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറയിലെ ചോദ്യം അല്ലേ? നമ്മൾ സമ്പാദിച്ചതിനെ പറ എന്തൊക്കെയാ? ഇന്ന് സമയം ഏറ്റവും കൂടുതൽ പോകുന്ന എന്തിനാ അല്ലേ? കൺഫ്യൂഷനാണ്. ഏത് ഡ്രസ്സാണ് ഇടേണ്ടിയാണ് അല്ലേ? അളമാരെ എന്ന് തെരയാണ് ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഡ്രസ്സാണ് ഇടുക. അളമാരെ തെരഞ്ഞിട്ട് അല്ലേ ആ ഡ്രസ്സിനനുസരിച്ചുള്ള കമ്മല്, അതിനനുസരിച്ചുള്ള ചെരുപ്പ്, അതിനനുസരിച്ചുള്ള വളകള് അല്ലേ, എല്ലാം അതിനനുസരിച്ച് പറ. ഓരെല്ലാം കടന്നു പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ കടന്നു പോകേണ്ടവർ എല്ലാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഓരോ നമ്മളും അല്ലേ, ഒരു നമ്മളും താരതമ്യം ചെയ്യുമ്പോൾ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഒരു ചെറിയൊരു തെറ്റിനെ വലിയതായിട്ട് കണ്ടു, ഭയന്നു അല്ലേ? അതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറായി നമ്മളോ ഇനി എപ്പോഴാണ് നമ്മൾ നന്നാകുക? എപ്പോഴും നാളെ എന്ന് പറയാൻ, മറ്റന്നാളെന്ന് പറയാൻ ഇനി നമുക്ക് നമ്മളെ മുന്നിൽ സമയമുണ്ടോ അല്ലേ? അതെ, ഇനി നമുക്കൊരു രക്ഷക്കുള്ളൊരു മാർഗം, ജീവിതം നന്നാക്കുക അല്ലേ? കുറ്റവാളികളെ മഹ്ശറയിൽ കൊണ്ടുവരുന്ന രംഗം പറയുന്നുണ്ട്. വതറൽ മുജ്രിമീന യൗമൈഹിൻ മുഖർറനീന ഫിൽ അസ്ഫാദ് സറാബീലുഹും മിൻ ഖത്റാനിൻ വതശാ വജൂഹുമുൻ നാർ. കുറ്റവാളികളെ കൈകാലുകളെ ചങ്ങലകൾക്കിട്ടിട്ട് ബന്ധിക്കപ്പെട്ടവരായിട്ട് കാണാം. അവരെ കൊണ്ടുവരുന്നത് തീയിനാലുള്ള വസ്ത്രങ്ങൾ അണിയിച്ച് കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഹാഫ് കയ്യിട്ട് യു കയ്യത്തിലും ബി കയ്യത്തിലും ഡബ്ല്യു കയ്യത്തിലും നമ്മൾ ഡ്രസ് അങ്ങനെ അങ്ങ് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് മാംസലമായ വയറും മാംസലമായ കഴുത്തും മാംസലമായ ശരീരത്തിന്റെ ഭാഗങ്ങള് അന്യപുരുഷന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് ചാഞ്ഞും ചെരിഞ്ഞും അങ്ങനെ നടന്നു നീങ്ങിയിട്ട് ആ വിഭാഗത്തോട് മഹ്ശറയിൽ വരുന്ന ആ വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞില്ലയോ മുസ്തഫായ നബി? ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദന റീഹഹാ. സ്വർഗത്തിലേക്ക് കടക്കൂലാന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം മഹ്ശറയിൽ കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ സഹാബാ കിറാം ചോദിച്ചില്ല, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ആ വിഭാഗം ആരാണ് നബിയേ? ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദന റീഹഹാ. സ്വർഗത്തിൽ കടക്കൂലാന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ ഭാഗ്യമില്ലാത്തവരെ ആരാണ് പ്രവാചകരെ? ആഹത ഭാഗ്യരെ ആരാണ്? ആ നിസാരന്മാരാ? ആരാണ് അമ്ലച്ചാവൃത്തികൾ ചെയ്തവരെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ വസ്ത്രം ധരിക്കാത്തവരെ പോലെയാണ് അല്ലേ? ആ ഒരു സമുദായം, ആ ഒരു നാരിമാര് ഇന്നത്തെ തലമുറയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു, സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഈ ലോകത്തോട് വിട പറയുമ്പോ, ഈ ലോകത്തോട് വിട പറയാനിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് കൈപിടിച്ചേൽപ്പിച്ച സയ്യിദുനാ അലിയാർ തങ്ങളുടെ മുമ്പിൽ വച്ചിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയുന്നു, അലിയാർ തങ്ങളെ, മഹ്ശറയുടെ തിരുമുറ്റത്ത് വച്ചിട്ട് എന്നോടൊരു ചോദ്യം ചെയ്യുമ്പോ എനിക്ക് ചില ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ കഴിയുന്നില്ല. അലിയേ, ഒന്ന് സഹായിക്കുമോ അലിയേ എന്ന്
സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മകളാ. ലോകത്താരെ കുറിച്ചിട്ടാണോ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ എന്റെ ഫാത്തിമ എന്നെ പോലെയാണെന്ന് പറഞ്ഞ ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ നായികയായ ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസിനികളെയോ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ കടന്നു പോവാ കൈപിടിച്ചാനയിക്കേണ്ടുന്ന സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ പൊട്ടി കരഞ്ഞത് മശ്റയുടെ തിരു ചോദ്യങ്ങള്, ചില ചോദ്യങ്ങളുടെ മറുപടി കണ്ടെത്താൻ പറ്റാതെയാണ് എന്തേ ഫാത്തിമ കരഞ്ഞത്? ഏത് ചോദ്യത്തിനാ പൊന്നുമോളെ മറുപടി കണ്ടെത്താൻ കഴിയാത്തത്? ഫാത്തിമ ബീബി പറഞ്ഞത്, അലിയാരെ തങ്ങളെ, ഈ ലോകത്തുനിന്ന് ഞാനങ്ങ് വിട പറഞ്ഞു പോയാ, ഈ ലോകത്തുനിന്ന് ഞാനങ്ങ് വിട പറഞ്ഞു പോകുമ്പോ അലിയാര് തങ്ങളെ കഫംപുട കൊണ്ടുവരും. എന്നെ കഫംപുടയിലങ്ങ് പൊതിയുമ്പോ എന്റെ ശരീരത്തിന്റെ ഘടന അന്യപുരുഷന്മാര് കണ്ടാൽ, എന്റെ ശരീരത്തിലെ ജീവനുള്ള കാലത്ത് ഞാൻ അന്യപുരുഷന്റെ മുമ്പിൽ എന്റെ മാറിടം കാട്ടിയില്ല, ശരീരഘടന കാണിച്ചിട്ടില്ല, എന്റെ ശരീരത്തിന്റെ ഒരു തുമ്പും കണ്ടില്ല. പക്ഷേ ഈ ശരീരത്തിൽ നിന്ന് റൂഹങ്ങോട്ട് പിരിഞ്ഞു പോയാ, ഈ ശരീരത്തിൽ നിന്ന് റൂഹങ്ങോട്ട് പിരിഞ്ഞു പോയാൽ അലിയാര് തങ്ങളെ ഞാൻ അറിയുന്നില്ലല്ലോ. എന്റെ ശരീരം അന്യപുരുഷന്മാര് ദർശിക്കുമോ, അന്യപുരുഷന്മാര് കാണുമോ? ഞാൻ ഭയപ്പെടുന്നു അലിയാര് തങ്ങളെ, ഒന്ന് സമാധാനിപ്പിക്കുമോ അലിയെ? അലിയാര് തങ്ങള് പറയുന്നു, ഫാത്തിമ നീ ഭയപ്പെടേണ്ട ഫാത്തിമ, നീ ഭയപ്പെടേണ്ട ഫാത്തിമ, നീയാണ് ആദ്യം മരണപ്പെടുന്നതെങ്കിൽ അതിനുള്ള പോംവഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഫാത്തിമ. നീയാണ് ഈ ലോകത്ത് നിന്ന് ആദ്യമായി മരണപ്പെടുന്നതെങ്കിൽ പൊന്നുമോളെ നിന്നെ കഫൻ ചെയ്യുന്നത് ഞാൻ ഏറ്റു. എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ അന്യപുരുഷന്മാര് അന്യരായ ആൾക്കാർ കാണില്ലയോ അലിയേ? അതിന് ഞാൻ അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമോ? അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ നീയാണ് ആദ്യം ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ മോളെ ഫാത്തിമ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, അതിന് നീ ബേജാറാവേണ്ടതില്ല. കഫംപുട എടുത്ത് എന്നെ അങ്ങ് പൊതിയുമ്പോ, ഒന്ന് മുറുക്കിയിട്ട് പൊതിയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ 5 മീറ്റർ തുണി ഉണ്ടായിട്ട്, 5-6 മീറ്റർ തുണി ഉണ്ടായിട്ട്, സാരി ഉടുത്തിട്ട് സറാറ ഉടുത്തിട്ട് ചൊരിതാറിട്ടിട്ട് നിന്റെ ശരീരത്തിന്റെ നഗ്നമായ ഭാഗങ്ങള് അന്യപുരുഷനധികാരത്തിൽ ഉടലെടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്തിടുമ്പോ, ഒഴിച്ചിടുമ്പോ 3-3.5 മീറ്റർ തുണി കൊണ്ട് നിന്റെ ശരീരം മുഴുവനും മറച്ചിട്ട് മോളെ കാലിന്റെ ഭാഗത്ത് തുണി ബാക്കിയാ, തലയുടെ ഭാഗത്ത് തുണി ബാക്കിയാ പൊന്നുമോളെ. ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കണ്ണുനീരൊഴിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത്, വരിഞ്ഞങ്ങോട്ട് മുറുക്കുമ്പോ തന്റെ ശരീരത്തിന്റെ ഘടന അന്യപുരുഷന്മാരെ കാണുമ്പോ ഭയപ്പാടിലാണ്. ഒന്ന് സമാശ്വസിപ്പിക്കുമോ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുമോ? ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളോട് അലിയാര് തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ ഭയപ്പെടേണ്ട മോളെ, നിന്റെ കഫൻ ഞാൻ ചെയ്തു കൊള്ളാം മോളെ, അതിനൊക്കെ ബേജാറ് വേണ്ട. ആ ഉത്തരവാദിത്തം ഭർത്താവിന്ന നിലയ്ക്ക് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞപ്പോ വീണ്ടും കരയുകയാണ് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള്. സ്വർഗത്തിന്റെ ഹൂറികള്, സ്വർഗത്തിലെ ഹൂറികളോടൊപ്പം പാറിപ്പറന്ന് കളിക്കുന്ന, പാറിപ്പറന്ന് കളിക്കേണ്ടുന്ന ഫാത്തിമ എന്ന് പൊന്നുമോള് ഈ റൂഹ് പിരിഞ്ഞിട്ട്, ശരീരത്തിലെ റൂഹ് പിരിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ആ പ്രവർത്തനത്തില് മസ്സറയുടെ തിരുമുറ്റത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചോദ്യത്തിന് എന്ത് മറുപടിയാ പറയുക എന്ന ചോദ്യമാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീണ്ടും കരഞ്ഞപ്പോ സയ്യിദുനാ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇനി എന്തിനാ കരയുന്നത്? അലിയാര് തങ്ങളോട് പറഞ്ഞു, എനിക്ക് സമാധാനമായില്ല അലിയേ, എനിക്ക് സമാധാനമായില്ല അലിയേ. എന്തേ
ഫാത്തിമയിന് സമാധാനക്കുറവ്? ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് പറഞ്ഞതെന്നറിയുമോ? മയ്യത്ത് കട്ടിലിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുമ്പോ, ഉയരമുള്ള പ്രതലങ്ങളിൽ കൂടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ, ഉയർന്ന പ്രദേശങ്ങളിലുള്ളവർ തന്റെ മയ്യത്ത് കാണില്ലേ? തന്റെ ശരീരത്തിന്റെ ഘടന കണ്ട് ആസ്വദിക്കില്ലേ? ആരെങ്കിലും പറയില്ലേ ഇത്രയും വടിവത്ത ശരീരത്തിന്റെ ഉടമയായിരുന്നു ഫാത്തിമ എന്ന് പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് മസ്റയിലെ ചോദ്യത്തിനെയാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോ ഫാത്തിമയോട് പറയുന്നു അലിയാര് തങ്ങള്, ഫാത്തിമ അത് പ്രശ്നാക്കണ്ട. അന്ന് വരെ ഒരു പലകയുടെ മുകളിലാ മയ്യത്ത് കൊണ്ടുപോയത്. അന്ന് ഈ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളുടെ ഈ ഒരു ചോദ്യത്തിന്റെ മുമ്പിലാ. അതിന് ഞാൻ മറുപടി പറയാ. നിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്ത് കട്ടിലിന്റെ മേലെ മൂടി സംവിധാനിക്കാമെന്ന് ലോകത്തിന്റെ മുമ്പില് മയ്യത്ത് കൊണ്ടുപോകുമ്പോ മയ്യത്ത് കട്ടിലിന് മൂടി സംവിധാനിച്ച് ലോകത്തിന് മാതൃക സൃഷ്ടിക്കുന്നു സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഇത് ആരുടെ പ്രചോദനമാ? ആരാ ഇതിന് പ്രചോദനം നൽകിയത്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ നായികയായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹാ. തീർന്നില്ല, വീണ്ടും ഫാത്തിമ കരഞ്ഞപ്പോ ഫാത്തിമയോട് ചോദിക്കുന്നു, ഇനി എന്തേ ഫാത്തിമ നിന്റെ പ്രശ്നം? ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് പറഞ്ഞത്, അലിയേ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കൂ, മയ്യത്ത് നിങ്ങൾ കഫൻ ചെയ്യൂ, മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകും, കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അങ്ങ് വേദന കൊണ്ടൊന്ന് പൊളയും. എന്റെ വിരിപ്പില് ഒരു പുതപ്പിൽ ഒരു തലയണിയിൽ അന്തി ഉറങ്ങിയ സഹധർമ്മണിയെ കബറിടത്തിലേക്ക് ഇന്നലെ വരെ പുതപ്പിലും വിരിപ്പിലോ തലയണിയിലും അന്തി ഉറങ്ങിയവർ ഇന്ന് മണ്ണിന്റെ കോലിലിട്ടിന്റെ വീട്ടിലേക്ക് തന്നെ യാത്രയാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ റബ്കോമെത്തയിൽ അന്തി ഉറങ്ങിയിട്ട് സുബൈയുടെ ബാങ്ക് കർണപുടങ്ങളിൽ അലിയൊലി കൊണ്ടിട്ട് കേൾക്കാതെ മൂടിപ്പുതച്ചിറങ്ങുന്ന പ്രിയപ്പെട്ട നാരിമാരെ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, ഒരു വേള ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുന്നാര മകള് പറഞ്ഞത്, അലിയാര് തങ്ങളോട് പറയുകയാണ്, എന്റെ മയ്യത്ത് താഴേക്ക് ഇറക്കി വെക്കുമ്പോ വേദന കൊണ്ട്, വിഷമം കൊണ്ട്, പ്രയാസം കൊണ്ട് അങ്ങ് മാറി നിൽക്കുമ്പോ ആരാണ് എന്റെ മയ്യത്ത് കബറിലേക്ക് താഴെ ഇറക്കി വെക്കുന്നത്? അത് അന്യരാണെങ്കിലോ, അത് വെളിച്ചത്ത് കാണുന്നവരില്ലയോ അലിയേ? അലിയാര് തങ്ങൾ പറയുന്നു, പൊന്നുമോളെ ഫാത്തിമ, പൊന്നുമോളെ ഫാത്തിമ, നീ പേടിക്കണ്ട ഫാത്തിമ, നിന്റെ മയ്യത്ത് രാത്രി ഞാൻ കൊണ്ടുപോയിട്ട് കബറടക്കാം ചെയ്യാം ഫാത്തിമ എന്ന് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹായോട് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിക്കും, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്താ? നമ്മളെ സഹോദരിമാര് അല്ലേ, മഹ്ശറയെ കുറിച്ച് ചിന്ത വേണം അല്ലേ. നല്ല ഫർദ വാങ്ങും, നല്ല ഫർദ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഉടനെ കൊണ്ടുപോകും, തയ്യൽക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പല ഭാഗങ്ങളും ഷെയ്പ്പാക്കുക അല്ലേ. ഇങ്ങനെ ശരിയാവില്ല അല്ലേ. നാലാളെ കാണുമ്പോൾ നാലാളെ കണ്ടിട്ട് പറയണം, കുഴപ്പമില്ല, ഓ ഇതേതാ സാധനം ഇങ്ങനെ പോന്നേ അല്ലേ, നല്ലൊരു പീസാണല്ലോ, ഒരു 1.5 പീസ്, അതേതാ ചരക്ക്, നാലാൾ കണ്ടാൽ ചോദിക്കണം. അതിന് വേണ്ടിയിട്ട് അല്ലാണ്ട് വേറൊന്നും അല്ലല്ലോ അല്ലേ. നമ്മൾ ചിന്തിച്ചു നോക്ക്. സിനയിലേക്ക് നിങ്ങൾ അടുക്ക പോലും ചെയ്യരുത് അല്ലേ. വ്യഭിചാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സഹോദരിമാരെ, ഉമ്മ പെങ്ങന്മാരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അല്ലേ. മഹ്ശറയെക്കുറിച്ച് ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വയലിലൊക്കെ നമ്മൾ മുമ്പന്തിയില്ല, പക്ഷെ എന്താണെന്നറിയില്ല, മാറ്റം ഇങ്ങ് കാണുന്നില്ല. എല്ലാ വിഷയത്തിലും നമ്മൾ ഉഷാറൊക്കെ തന്നെയാണ്, പക്ഷേ എവിടെയൊക്കെയോ നമ്മളെ ചേഞ്ചിങ് ഇപ്പം പഴയപടിയാണ്. പഴയ തൊട്ട് മറക്കില്ല, പുതിയ തൊട്ട് പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുക. ഇത് ശരിയാവില്ല. വയലിൽ വരുത്തല്ലോ. മഹ്ശറയിൽ ഒരാളെ കൊണ്ടുവരപ്പെടും. ആദ്യം പണ്ഡിതനാണ്, അറിവില്ലാത്ത പ്രശ്നമില്ല, കൊണ്ടുവന്നിട്ട് അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, നബിയെ പണ്ഡിതനെ കൊണ്ടുവന്നിട്ട് നരകത്തിലേക്ക് എറിയുമെന്ന് പറഞ്ഞപ്പോൾ
അറിവില്ലാത്ത പേരിലല്ലോ. ഇപ്പം റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അറിവുണ്ടായിട്ട് പ്രവർത്തിച്ചില്ല അല്ലേ? അറിവുണ്ടായി എന്നിട്ട് പ്രവർത്തിച്ചില്ല. ഇന്ന് വയല് കേട്ടു, ഇന്ന് എൻ്റെ വയല് കേട്ടു കർണപുടങ്ങളിൽ. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും, നിസാറെ വാളാട്, വയനാട് ജില്ലയിൽ വാളാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇന്ന അല്ലേ വയലിനെ ബുക്ക് ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്തേ ഇനി സഹോദരിമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാതിരുന്ന് പടച്ചോനോട് ഞാൻ പറയും, അള്ളാഹുവേ ഈ സദസ്സ് സാക്ഷിയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചോനെ അല്ലേ? അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ്. മഹല്ല് മാതൃകയാവണം. നല്ല കമ്മിറ്റി, നല്ല നേതൃത്വം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ലൊരു ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഒരുപാട് യുവത്വം അല്ലേ? നല്ലൊരു സദസ്സ്, നല്ലൊരു കബൂലിയത്തുള്ള സാസ്. ഒരുപാട് സാസ് പറ്റുന്നുണ്ട്. ഞാൻ ഇത് വെറുതെ നിങ്ങളങ്ങനെ ആലമുൽ അർവായിലേക്ക് പൊക്കി എടുത്ത് കൊണ്ടുപോകുന്നല്ല. നല്ലൊരു സാസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അല്ലേ? നമുക്ക് വേറെ ഉറക്ക് വരായിട്ടോ പുരയിൽ ഇപ്പം കിടക്കുകയും വിരിപ്പൊന്നും ഇല്ലായിട്ടൊന്നുമല്ല, നമ്മൾ ഇതിനായിട്ട് ഒരുങ്ങി വന്നവരാ. അതുകൊണ്ട് നമ്മൾ മാറണം. ഇങ്ങനെ പോയാൽ പോരാ. ഈ ഒരു പോക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോയിട്ട് അങ്ങനെ ഇതല്ല, ഒരു മാറ്റം വരണം. വയലൊക്കെ കേട്ടിട്ട് ഈ ഒരു സമയം, ഈ ഒരു ശബ്ദം, ഈ ഒരു ഊർജം അല്ലേ, ഇതിനു വേണ്ട സാമഗ്രികളുടെ വിനിയോഗം ഇതൊക്കെ പടച്ചോൻ ചോദിക്കും. എന്തിനു വേണ്ടിയാ ഇതൊക്കെ? അവിടെ ഞാൻ നിർത്തുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ തുറന്നു പോകും. മന്നേരെ പറഞ്ഞേക്കോ ഓരോരുത്തർ, ഉസ്താദെ വെറുപ്പിക്കരുത്, തുറന്നു പോകരുത്. നിങ്ങൾ പറ, നാളെ ഞാനാ. ഇന്നിപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പറയും, നാളെ പറയോ അടച്ചാനെ പണ്ടാരം നിർത്താൻ വേണ്ടി ഹത്തം നേർച്ചാക്കേണ്ട അവസ്ഥയാണ്. പറ, നിർത്തുകയാണ്. ദുആ ചെയ്യണം, നമുക്ക് പിരിയണം. പരിപാടികൾ ഇങ്ങനെ തുറന്നു കൊണ്ടുപോവുകയാണ്. ദിവസവും പരിപാടിയും കാര്യങ്ങൾ, നിങ്ങൾ ആഫിയത്തിന് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യണം. അതുകൊണ്ട് ഈ സദസ്സ് നല്ലൊരു സദസ്സ്, ഇവിടുന്ന് പ്രതിജ്ഞ ചെയ്യണം. എന്നാൽ ഈ സദസ്സ് കബൂലായി. ഇത് 7 ദിവസം വയല് കേട്ട് 7 ദിവസം നമ്മൾ കസേര ഫുള്ളായി കേട്ട് തിരിച്ചങ്ങ് പോയി, അതല്ലല്ലോ നമ്മളെ വിജയം. ഭയങ്കര സസേനും ഞങ്ങൾ വയൽ വെച്ചിട്ട് ചരിത്രത്തിൽ ഇങ്ങനെ ആളുണ്ടായിക്കില്ല, വല്ലാണ്ട് ആളിനെ. അതൊന്നൊരു വിജയമല്ല. ഇവിടെ ഒരു മാറ്റം മനസ്സെന്ന് വരണം അല്ലേ? ഞാനിത് ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള കാരണം മശ്റയിലെ വിവിധ വശങ്ങളെക്കുറിച്ച്, വിവിധ രൂപങ്ങളെക്കുറിച്ച്, മശറയിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഭയാനകമായ രംഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാ. പക്ഷേ എനിക്ക് തോന്നിയത് അങ്ങനെയല്ല വേണ്ടേ. ആടലെത്തുന്നതിന് മുന്നേ ഇവിടുന്ന് അങ്ങ് കഴിഞ്ഞുകൊണ്ടേ. അതുകൊണ്ട് ഇവിടുത്തെ മാറ്റം മുതൽ തുടങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയ. നിങ്ങൾ പറ, ആത്മാർത്ഥമായിട്ട് പറയുക, ഒരു മാറ്റം വേണം. അള്ളാഹു നമ്മളെ മാറ്റം സ്വീകരിക്കുമാറാവട്ടെ, മാറാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാറണം. എൻ്റെ സഹോദരിമാർ മാറിയാൽ മുഴുവൻ ആൾക്കാരും രക്ഷപ്പെട്ടു. മുഴുവൻ ആൾക്കാരും രക്ഷപ്പെട്ടു. എൻ്റെ സഹോദരിമാരാണ് മാറേണ്ടത്. എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു പോക്ക് ധന്യമാക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. തിരിച്ചു പോക്ക് ധന്യമാക്കണ്ടേ, പുഞ്ചിരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ ത്യാഗം സഹിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ശരിക്കും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് തന്നെ തുനിയുക. ഇങ്ങനെ കേട്ടിട്ട് അങ്ങനെ പോവുക എന്നതിലപ്പുറം നല്ലോണം ചിന്തിക്കുക. ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ചിന്തിക്കുക. പാതിരാവിലെ എഴുന്നേൽക്കുക, നിസ്കരിക്കുക. ചെറിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു. പടച്ചോനിക്ക് ഇത്ര ഇബാദത്ത് ചെയ്തിട്ടൊന്നും നമ്മൾ രക്ഷപ്പെടുന്നു നമുക്ക് പറയാൻ കഴിയൂല അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം പറയുന്നുണ്ട്, 300 കൊല്ലം കരഞ്ഞു. എത്ര അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ട് 300 വർഷം. നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം ഏറ്റവും കൂടുതൽ കരഞ്ഞത് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. 300 വർഷമൊക്കെ അള്ളാഹിനെ ഓർത്തിട്ട് കരഞ്ഞു. വഖൂദുഹന്നാസു വൽ ഹിജാറ അല്ലേ? ഇത് പറഞ്ഞപ്പോൾ, ഈ ആയത്തിറങ്ങിയപ്പോൾ കല്ലിനെയും അല്ലേ കത്തിക്കപ്പെടുമെന്നവരായത്ത് അല്ലേ ഇറങ്ങിയപ്പോൾ കരയാൻ തുടങ്ങി. മനുഷ്യൻ കരയുന്നില്ല. മനുഷ്യൻ ചിന്തിക്കാത്ത കൊണ്ടാ. ശരിക്കും കൽബിനോട് ചോദിക്കണം. അതുകൊണ്ട് പാതിരാവിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ നന്നായിട്ട് ഉണരുക, നന്നായിട്ട് ഉളരുക. നമ്മൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക. ചെയ്തു പോയ തെറ്റുകൾ ഓർത്തുകൊണ്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരയുക. എന്നിട്ട് തിരിച്ചു പോക്കൊരു ധന്യമാക്കുക. കാരണം നമുക്ക് തിരിച്ചു പോവണം, തിരിച്ചു പോവേണ്ടവരാ. അങ്ങനെ ലോകത്താരെങ്കിലും തിരിച്ചു പോവാതിരിക്കുമായിരുന്നുവെങ്കിൽ ലോകാനതി ദുന്യാ തസുമൂ ലിവാഹിദീ
ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ബാക്കിയാവുമായിരുന്നില്ലേ? ആ പുണ്യ പ്രവാചകര് പോലും വിട പറഞ്ഞു പോയില്ലേ? ആ പുണ്യ പ്രവാചകര് പോലും സഹാബത്തിനോട് പറഞ്ഞു, ഓ സഹാബാ, മശ്റയിലെത്തിയിട്ട് എന്നെയും പിടിച്ചങ്ങ് ചോദ്യം ചെയ്താൽ ഞാനും രക്ഷപ്പെടില്ല സഹാബാ, ഞാനും കഷ്ടപ്പെട്ടത് തന്നെ സഹാബത്തെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കിതാബ് കിട്ടുന്ന ഒരു സമയമുണ്ട്, സിറാത്തുൽ മുസ്തഖീം എന്ന പാലം കടക്കുന്ന സമയമുണ്ട്. ചില സമയങ്ങളിൽ ആരെയും കുറിച്ച് ഓർക്കാത്ത ചില നിമിഷങ്ങളുണ്ട്. ആ നിമിഷത്തിലൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ വച്ചിട്ട് കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിക്കണം, ഇവിടെ വച്ചിട്ട് ത്യാഗം ചെയ്യണം. അതുകൊണ്ടല്ലേ അവരെ ത്യാഗം ചെയ്തത്, അതുകൊണ്ടല്ലേ ദഹിയത്തുൽ ഖൽബ് ത്യാഗം ചെയ്തത്, അതുകൊണ്ടല്ലേ ഉബൈസുൽ ഖർനി ത്യാഗം ചെയ്തത്, അതുകൊണ്ടല്ലേ അംർ ഇബ്നുൽ ജമൂഹ് എന്ന് പറയുന്ന മുടന്തനായ സഹാബി വര്യ ത്യാഗം ചെയ്തത്. അംർ ഇബ്നുൽ ജമൂഹിനെ പോലെ ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവര് അവരെ ത്യാഗം ചെയ്തത് അതിനു വേണ്ടിയിട്ടാ, അവിടുത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിട്ടതിന്റെ പേരില് ഇത്രയും വർഷങ്ങൾ ശ്വാസോച്ഛ്വാസം അനായാസം കൈകാര്യം ചെയ്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരില്, മുഅ്മിനായതിന്റെ പേരില്, വിശ്വാസിയായതിന്റെ പേരില് എപ്പോഴെങ്കിലും പീഡനങ്ങൾ വാങ്ങേണ്ടി വന്നു, വല്ല പ്രയാസവും നേരിട്ടോ, വല്ല പ്രതിസന്ധിയും നേരിട്ടോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഓർക്കടേ. ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലാണ് സഹാബത്തിനോട് പറയുന്നത്, ഓ സഹാബത്തെ, ഹബ്ബാബ് ഇബ്നുൽ അറത്ത് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത മനുഷ്യനാണ്. ഹബ്ബാബ് ഇബ്നുൽ അറത്ത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സഹാബത്ത് ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. സയ്യിദുനാ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലുള്ള പ്രഗൽഭരായ സഹാബി വര്യന്മാരുണ്ട്. കടന്നുപോയിട്ട് ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഹബ്ബാബ് ഇബ്നുൽ അറത്ത്, അങ്ങ് ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സാക്ഷ്യപ്പെടുത്തിയല്ലോ, അങ്ങെന്താ ചെയ്തത്, അങ്ങെന്ത് ത്യാഗമാണ് ഹബ്ബാബ് ഇബ്നുൽ അറത്ത് അങ്ങ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ സഹാബാ, അറിയണേ, നിങ്ങളൊന്ന് കടന്നു വരണേ എന്ന് പറഞ്ഞിട്ട് വീടിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുപോയിട്ട് തന്റെ അരയുടുപ്പിന്റെ ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് ശരീരത്തിലെ തന്റെ ശർട്ടം കൊണ്ട് ഊരിയിട്ട് സയ്യിദുനാ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചപ്പോ, സയ്യിദുനാ ഉസ്മാൻ തങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചപ്പോ ശരീരം വ്രണമായിട്ട് പഴുത്തിട്ട് ശരീരം ഒരു എല്ലും തോലുമായി മാറിയിരുന്നു. എന്തേ ഹബ്ബാബ് ഇബ്നുൽ അറത്ത് അങ്ങ് ചെയ്ത ത്യാഗോ, എന്തേ അങ്ങയുടെ ശരീരം ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചതിന്റെ പേരില് കുഫാറുകൾ എന്നെ കൊണ്ടുപോയിട്ട് തീക്കനല് കൂട്ടിയിട്ട് അതിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോ എന്റെ ശരീരത്തെ മാംസളമായ എന്റെ ശരീരത്തിലെ മാംസങ്ങൾ മുഴുവനും കരിഞ്ഞുപോയി സഹാബത്ത്. എന്റെ ശരീരത്തിൽ നിർഗലിക്കുന്ന ചലം കാരണം തീക്കനല് പോലും ദിവസങ്ങൾ കെട്ടുപോയി സഹാബത്തെ എന്ന് പറഞ്ഞപ്പോ ആ മേനി കണ്ടിട്ട് സഹാബത്ത് പൊട്ടി കരഞ്ഞെങ്കിൽ ആ ഹബ്ബാബ് ഇബ്നുൽ അറത്തൊക്കെ മശറയുടെ തിരുമുറ്റത്ത് കടന്നു വന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുന്നു, അല്ലാഹ്, ഈ തനതായ ശൈലി, തനതായ സംസ്കാരം, ഈ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ ഞാനൊക്കെ ത്യാഗം ചെയ്തു. അല്ലാഹ്,
അതിന് ലോകം സാക്ഷിയാണ് അല്ലാ, ഈ പ്രപഞ്ചം സാക്ഷിയാണ് റബ്ബേ. പക്ഷേ തനതായ ശൈലി പിന്തലമുറയിലേക്ക് കരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോ പിച്ചിച്ചീന്തി റബ്ബിയേ, പിച്ചിച്ചീന്തി അല്ലാഹുവേ. അതുകൊണ്ട് അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്ത് രക്ഷയാ അല്ലേ? നമുക്കെതിരായിട്ട് അവർ പറയും, ഞങ്ങളുടെ ശരീരങ്ങൾ, ഞങ്ങളുടെ ജീവന് അവർപ്പിച്ചിട്ടാണ്, കൊടുത്തിട്ടാണ് ഇസ്ലാം ഇവിടെ പൂർത്തിയാക്കിയത് അല്ലേ? എന്നിട്ട് ഇവര് പിന്തലമുറയിൽ വന്നവർ ഇതിനെ കളങ്കപ്പെടുത്തി മലീനസമാക്കി അല്ലേ? ആരെയുടെ കൂടെയാ? ആരെയാണ് സ്നേഹിക്കുന്നത്? അവൻ അവൻ്റെ കൂടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരെ മാതൃകയാക്കണം എന്ന ഒരു ചിന്ത, ആരെയാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്, ആരെയാണ് സ്വീകരിക്കേണ്ടത് എന്ന ഒരു ചിന്തയോടുകൂടെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ റെഡിയാ, 11 മണിയാ, 12 നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. എന്താ നിർത്താനായ? കുറച്ച് നേരം കൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നാളെ നിങ്ങൾ പരാതി പറയരുത്, നിങ്ങൾ പരാതി കേൾക്കരുത്, വയത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് 3 മണിക്കൂറായാലും 4 മണിക്കൂറായാലും എനിക്ക് ഇന്ന് വേറെ പരിപാടി എന്നിരുന്നാലും ഇല്ലല്ലോ. സാസ് എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും അല്ലേ? നമുക്ക് നേരത്തെ നിർത്താം. നാളെ നമുക്ക് നേരത്തെ തുടങ്ങണം, നേരത്തെ തന്നെ കൃത്യം ഒരു 8 മണിക്ക് തുടങ്ങാം. നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇവിടെ ഉണ്ടോ? ഞാൻ കൃത്യത്തിന് എത്തിക്ക്. അപ്പോൾ അതിൽ മുന്നേ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു 2-3 മണിക്കൂർ കിട്ടും. കാരണം ഒരുപാട് യാത്ര ചെയ്തിട്ട് അങ്ങനെങ്ങാണ്ട് കടന്ന് വന്നിട്ട് നമ്മൾ കുറച്ച് പറഞ്ഞിട്ട് പോകുന്നൊരവസ്ഥയാവരുത്. ശരിക്കും നമ്മൾ ചിന്തിക്കുക, വിജയത്തിലേക്കുള്ള വഴി നമ്മൾ കണ്ടെത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ചില കാര്യങ്ങൾ ഉണർത്തിയിട്ട് ഞാൻ ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ്. ചെറിയ കാര്യങ്ങൾ കൊണ്ട് 70,000 മാലാഖമാരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. ഹിസ്ബുൽ ബഹർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെല്ലാറുള്ളതാ, അറിയോന്നറിയില്ല, സൂറത്തുൽ ഹശ്റിലുണ്ട് അല്ലേ? ലോ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ എന്ന് തുടങ്ങുന്ന ഒരായത്ത്. അത് നമ്മളങ്ങോട്ട് ഓതിക്കഴിഞ്ഞാൽ, രാവിലെ ഒരാൾ ഓതിയാൽ വൈകുന്നേരം ആവുന്നത് വരെ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി കാവൽ നിൽക്കും, പൊറുക്കൽ തേടുമെന്ന് റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ. ലോ അൻസൽനാ അല്ലേ? ഒന്ന് ഓതിക്കൂടെ? ഒന്ന് പതിവാക്കിക്കൂടെ? അങ്ങ് രക്ഷപ്പെടണ്ടേ? അങ്ങേക്കുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉതകുന്നതാ അത്. ഒന്ന് പതിവാക്കാൻ വേണ്ടിയിട്ട് സദസ്സ് ഏറ്റെടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ഒരുപാട് പ്രയാസം പറയുന്നവരാ, ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവരാ, ഒരുപാട് പ്രതിസന്ധി പറയുന്നവരാ. ആൾക്കാരെ മുന്നിൽ കരഞ്ഞു പറയും, പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മൾ കരയൂല, പറയൂല, കൈ നീട്ടൂല. മറ്റവന്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ, ബഹുമാനത്തോടുകൂടെ, റെസ്പെക്റ്റോടുകൂടെ നിൽക്കും. പടച്ചോന്റെ മുന്നിൽ നിൽക്കൂല അല്ലേ? അതാ നമ്മൾക്ക് പറ്റിയ ഫാൾട്ട്. പടച്ചോനിലേക്ക് തിരിച്ചു പോവുക, അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു ഉത്തരം നൽകും. അങ്ങനെ ഒരു മാറ്റം വരട്ടെ. ഖുർആനിൽ മൊത്തം ഖുർആനില്ലേ വിജയത്തിനുള്ള എല്ലാ മാർഗവും പരിശുദ്ധ ഖുർആനിലില്ലേ? എന്തേ നമ്മൾ കണ്ടെത്താത്തത്? ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തകാസമ അൻഹു അഫ്ഹാമുർ റിജാലി അല്ലേ? പരിശുദ്ധ ഖുർആനില്ലാത്ത അഅ്മാലൊന്നുമില്ല, എല്ലാം പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷെ അതിൽ നിന്ന് ജനങ്ങൾ ഇൽമെടുക്കുന്നില്ല. അതിൽ ജനങ്ങൾ മടിയന്മാരായിരിക്കുകയാണ്. നമ്മളിങ്ങനെ കയറി ഇറങ്ങാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ പരിശുദ്ധ ഖുർആൻ ഓതുക, സമാധാനം കിട്ടും, ശാന്തി കിട്ടും, പ്രശ്നങ്ങൾക്ക് പരിഹാരം അതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഫ്രാൻസിലെ ജാഗ്രേഡിയെ പോലെ, ലിയോപോൾഡ് വൈസിനെ പോലെ, മർമദിക് പിക്താളിനെ പോലെ, മറിയൻ ജമീലയെ പോലെ, കാശിഷ് ക്ലേയെ പോലെ കള്ളുകുടിച്ച് തമ്മാടിത്തരങ്ങൾ ചെയ്ത ആൾക്കാരൊക്കെ ശാന്തസുന്ദരമായ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നത്. എന്നിട്ട് ഒരു പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ ശാന്തി, അവിടെയാണ് സമാധാനം അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്ക്, ലക്ഷോപലക്ഷം ആൾക്കാർ ഒരുമിച്ച് കൂടുകയാണ് മക്കയിൽ, മദീനയിൽ. എന്താണെന്നറിയോ? എന്താ ആടെന്താ എല്ലാവരും പോന്ന്? അവിടെയാണ് ശാന്തിയുടെ ദൂതൻ അന്ത്യ ഉറങ്ങുന്നത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പുണ്യ മണ്ണിൽ പോവാൻ, അവിടെ നിൽക്കാൻ, ഒരുപാട് സിയാറത്ത് ചെയ്യാൻ, മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനൊക്കെയോ നിങ്ങളറിയോ?
മുൻഗാമികളെ ഇന്നലെ നമ്മളിൽ നിന്ന് ജീവിച്ച് മൺമറഞ്ഞു പോയ ആൾക്കാരൊക്കെ ഇത് 1400 കൊല്ലം മുമ്പുള്ള കഥ പറഞ്ഞപ്പോൾ അത് അന്ന് കഴിഞ്ഞ് ഇന്നാവൂല എന്ന് പറഞ്ഞു. ഈ അടുത്ത് നമ്മളോടൊപ്പം ജീവിച്ച് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, നമ്മൾ ഓർക്കണം, മഹാന്മാരെ കുറിച്ച് ഓർക്കണം. ഓറ മോളെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, സൽക്കാരം. രണ്ടാമത്തെ ദിവസം സൽക്കാരം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോവാ, വിളി അല്ലേ? വിളിക്കാൻ വേണ്ടിയിട്ട് പുതിയാപ്പിളിനെ വിളിക്കാൻ വേണ്ടിയിട്ട് CH ഹൈദ്രോസ് ഉസ്താദ് മോളെ വീട്ടിലേക്ക് പോവാ. രണ്ടാമത്തെ ദിവസം പോയി അവിടെ എത്തി മോളോട് സലഹെല്ലാം പറഞ്ഞ് മോളോട് വെച്ച് മോൾ അലക്കുന്നതിനും, കല്യാണത്തിനെ പറ്റി അലക്കാണ്. അപ്പം മോളോട് വെച്ച് എന്തല്ല വിശേഷം, സ്വന്തം തന്നെയാണ്? അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. പിന്നെ ഓരോ ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയാം? ഞാൻ റാഹത്താന്ന് പറഞ്ഞാലോ, അൽഹംദുലില്ലാ എനിക്ക് സമാധാനം. മോളെ ഇന്നലെ ഞാൻ ഹദ്ദാദ് ചൊല്ലിക്കോ. 10-18 കൊല്ലം തൻ്റെ ചാരത്ത് നിർത്തിയിട്ട് നിന്നെ ഞാൻ പഠിപ്പിച്ചു തന്നല്ലോ എങ്ങനെ ജീവിക്കണം. മോളെ ഇനി നല്ല ഹദ്ദാദ് ചൊല്ലിക്കോ. CH ഹൈദ്രോസ് തന്നെ മോള് പറഞ്ഞു അത്രേ. ഇല്ല ബാപ്പ എനിക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഓറ് പിന്നെ എന്നാ മോളെ ഞാൻ പോട്ടെ, ഇൻഷാ അല്ലാ കാണാം, അസ്സലാമു അലൈക്കും പറഞ്ഞു സൽക്കാരവും വിളിച്ചിങ്ങ് പോന്ന്. വീട്ടിലെത്തിയിട്ട് ആകാംക്ഷപൂർവ്വം നിൽക്കുന്ന കഥകിൽ ഇങ്ങനെ ഓറ് വരുന്നേം കാത്തിട്ട് ഇങ്ങനെ, ഈ നാട്ടിലെ പെണ്ണുങ്ങൾ എങ്ങനെയാണെന്ന് അറിയൂല. ഇൻഷാ അല്ലാ തമാശ നമ്മൾ പറയാത്തതുകൊണ്ട് ആ ഭാഗം ഞാൻ നിർത്തി വെച്ചേ, ഇന്ന് കോമഡി നിർത്തി വെച്ചാൽ. അപ്പോൾ കുടുംബജീവിതമൊക്കെ പറയുമ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ആ രീതിയിലേക്ക് കിടക്കാം അല്ലേ. ചില സ്ഥലത്ത് എൻ്റെ പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളാണ്, ഇവിടുത്തെ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നത് അല്ലേ. കയറി വരുമ്പം തന്നെ കാത്തിങ്ങനെ നിൽക്കും അല്ലേ, കയ്യിലിങ്ങനെ നോക്കൂ. മുഖത്ത് നോക്കുന്ന മുന്നേ കയ്യിലാണ് നോക്കുകയെന്നറിയില്ല. എൻ്റെ പെണ്ണുങ്ങൾ മുഖത്ത് നോക്കി, അതോ നിങ്ങളപ്പാ വന്ന് നിങ്ങൾ കയറി വരും. ചില ആൾക്കാർ കടന്നൽ കുത്തിയ മോന്ത പോലെ ഇങ്ങനെ ഉണ്ടാവും. നമ്മളാകെ പുരയിലേക്ക് കയറിപ്പോകുന്ന പോലെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. പഠിച്ചോന്ന് പുരയിലെത്തിയാൽ മതി, എല്ലാ പ്രശ്നത്തിനും പരിഹാരം. ആടെ ചെന്ന് നോക്കുമ്പോൾ യാ അല്ലാ പോകുമ്പോൾ ഉണ്ടായ ഒരു പ്രതീതി അല്ലേ, അങ്ങനെ ശരിയാവില്ലല്ലോ. ഓറ് CH ഹൈദ്രോസ് ഉസ്താദിൻ്റെ പെണ്ണുങ്ങൾ ശാന്തമായിട്ട് ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഓർ വരുന്നേയും കാത്തിങ്ങനെ നിൽക്കുക. കാരണം കല്യാണം കഴിഞ്ഞ മോളെ വിശേഷം അറിയാൻ വേണ്ടി തിരിച്ചിങ്ങനെ വരിക. കണ്ടപാട് വെച്ച് ഇങ്ങനെ പോയിട്ട് എന്തെല്ലാം വിശേഷം, 100 ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആണുങ്ങൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ചൂന്ന് അന്വേഷിക്കുന്നു. ഞാൻ പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ വല്ലാണ്ടെല്ലാം എല്ലാം അന്വേഷിച്ചാലും ഒരു ഭയങ്കര ചൂന്ന് ഇങ്ങനെ അന്വേഷിക്കാൻ ഓരോ പല വിദഗ്ധന്മാർ അല്ലേ. നമ്മളെപ്പോലെ എന്താ കിട്ടിയാൽ കഴിച്ചാൽ നമ്മളിങ്ങ് പോരും. ഓറ് പോയി ഓരോട് നിങ്ങൾ പോയിട്ട് എന്തൊക്കെയാ വിശേഷം? അൽഹംദുലില്ലാ ഓള് റാഹത്താന്നാ പറഞ്ഞേ. അതാ റാഹത്താന്നാ പറഞ്ഞേന്നൊരു വർത്താനം അല്ല. ഓളോട് ഞാൻ ചോദിച്ചു വിശേഷം ചോദിച്ചു വിട്ടത്. ഓള് ഹദ്ദാദ് എല്ലിക്കോ ഇന്നലെ ചോദിച്ചു, ഇന്നലെ ഹദ്ദാദൊക്കെ ചെല്ലിനോ ചോദിച്ചു. ഓള് ചെല്ലിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെന്താ റാഹത്താന്ന് എനിക്ക് തിരിഞ്ഞില്ല. ഞാൻ പിന്നെ അവളോട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ പോന്നു. നമ്മളെ ഇന്നലകളിൽ നമ്മളോട് ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു മഹാനുഭാവൻ അള്ളാഹു ദറജ ഉയർത്തുമാറാവട്ടെ അല്ലേ. ഹദ്ദാദ് പോയിട്ട് ജീവിതത്തിന്റെ ആദ്യപടിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദിവസം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർബന്ധമാക്കിയ ഫർള് നിസ്കാരം അന്നുണ്ടോ നിർവഹിച്ചിക്കോന്നുള്ള അല്ലേ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്തേ നീ നിസ്കരിക്കാത്തത്? എന്തേ നീ ഉരുവിടാത്തത്? എന്തേ പ്രസവക്കൂട്ടലിന് കല്യാണത്തിന് മാമാങ്കത്തിന് പോയിട്ട് എന്തേ ഉരുവിടിക്കാത്തത്? എന്തേ നമസ്കരിക്കാത്തത്? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ പറയുന്നത്, ഉസ്താദേ റോസ് പൗഡർ പോയി പോവും, ലിപ്റ്റിക്ക് പോവും, അതേപോലെ ഞങ്ങളുടെ മുഖത്തിലുള്ള ഫെയർ ലവ്ലി പോയി പോവും. അപ്പോഴാണ് നമ്മളെ തൊലിയുടെ നിറം കാണുക. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ ഖബറിന്റെ ഏകാന്തതയുടെ കൂരിരുട്ടിലുള്ള വീട്ടില് മണ്ണറിയുടെ വീട്ടിലേക്ക് നിന്റെ ബോഡി കൊണ്ടുപോയി വെച്ചാൽ, പൊന്നുമോളെ ശുജാഉൽ അക്രം എന്നൊരു പാമ്പ് കടന്നു വന്നിട്ട് മോളെ നിന്റെ റോസ് പൗഡർ ഇട്ട് മിനുക്കിയ നിന്റെ കവിൾ തടത്തിലേക്ക് ആഞ്ഞാഞ്ഞു കൊത്തുമ്പോ, ലിഫ്റ്റിക്ക് ഇട്ട ചുണ്ടിലേക്കൊന്നു കൊത്തുമ്പോ തടുക്കാൻ ആരാ ഉള്ളേ അല്ലേ? ഒന്ന് ഉപ്പാന്ന് ഒച്ചത്തിൽ വിളിക്കാൻ പറ്റുമോ? പരസഹായത്തിന് ഒരു കൂട്ടുകാരിനെ വിളിക്കാൻ പറ്റുമോ? അയൽവാസിനെ വിളിക്കാൻ പറ്റുമോ? ഒന്ന് തിരിയാൻ പറ്റുമോ? മറിയാൻ പറ്റുമോ? അല്ലേ? എന്തേ പറഞ്ഞ ഞാൻ നിസ്കരിക്കാത്തത്? ഈ ഇട്ട പൗഡർ എല്ലാം ഇളകിപ്പോവും, അതേപോലെ ലിപ്റ്റിക്ക് പോവും, റോസ് പൗഡർ പോവും, ഫെയർ ലവ്ലി പോവും. ഈ ഫെയർ ലവ്ലിൻ്റെ എല്ലാം കമ്പനി ഒരു മാസം അടച്ചു പൂട്ടിയാലേ നമ്മളെ സഹോദര്യമായ യഥാർത്ഥ നിറം തിരിച്ചറിയുള്ളൂ അല്ലേ. ഞാൻ കുറ്റം പറയും, ഇവിടുത്തെ നല്ല പളുങ്ക് പോലത്തെ പെണ്ണുങ്ങളാ
അള്ളാഹു നമ്മളെ മുത്തക്കിങ്ങളാക്കി തരുമാറാവട്ടെ. അള്ളാഹു ഉതകുന്ന സൗന്ദര്യം നൽകുമാറാവട്ടെ. അതുകൊണ്ട് അത് പോയി പോകുന്നൊക്കെ വിചാരിച്ചിട്ടാണ് സുജാഉൽ അക്രം എന്ന ഒരു പാമ്പിന് നിന്റെ കബൾത്തടത്തിലേക്ക് ഒരു കൊത്തിന് വകയില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുക, മാറ്റം ഉണ്ടാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നന്മയിൽ സഹകരിക്കുക, നല്ലൊരു ജീവിതം നമ്മളെ കുട്ടികൾക്ക് നല്ലൊരു സന്ദേശം പകർന്നു കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോക്ക് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ കൃത്യം നേരത്തെ തന്നെ തുടങ്ങണം. നാളെ പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് വയനാട്ടിലേക്ക് എത്തേണ്ടതുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കുറച്ച് നേരത്തെ വന്ന് സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടെ അപേക്ഷിക്കുകയാണ്. വിജയത്തിലേക്കുള്ള വഴി ഇൻഷാ അല്ലാഹ് കുറച്ച് ചിന്തകൾ കൂടെ നമുക്ക് പങ്കുവെക്കണം. ഒരുപാട് വയല് കേൾക്കുക, അടിച്ചു പൊളിച്ചൊരു കസറൊരു വയല് കേട്ട് യൂറോപ്പും ഫലസ്തീനും അമേരിക്കയും ബ്രിട്ടനും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കടിച്ചാപ്പെട്ടാത്ത അല്ലേ ഒരുപാട് പദങ്ങൾ പറഞ്ഞ ഒരു സൂപ്പർ വയലാകുന്നതിൽ അപ്പുറത്ത് ഉപകാരം വേണം. എന്തെങ്കിലും ഒരു ഉപകാരം വേണം. തിരിച്ചു പോകുമ്പോൾ ഒരു ഉപകാരത്തെപ്പെടണ്ടേ? തിരിച്ചു ഞാൻ ഇന്നത് പഠിച്ചു അല്ലേ, ഞാൻ ഇന്നത് നേടി എന്ന് പറയാം. ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു മാറ്റത്തിന് ഒരു മനസ്സ് വന്നു. അതൊക്കെ തന്നെയാണ് ഇതുകൊണ്ടൊക്കെയുള്ള വിജയം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്നർത്ഥമാണ്. ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയണം. ഒരുപാട് ആൾക്കാർ വലിയ സംഭാവനകൾ ചെയ്ത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന് വേണ്ടുന്ന ഇന്ന് ലൈവ് പിന്നെ ഖത്തറെന്ന് പറഞ്ഞ ദുബൈ KMCC ദുബൈ അല്ലേ, ദുബൈ ഇവിടെ വെൽഫെയർ ഇവിടുത്തൊക്കെ മാറ്റി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാർ നാട്ടിലും അതേപോലെ വിദേശത്തൊക്കെയുള്ള ജോലിയിൽ ചെയ്യുന്ന ആൾക്കാർ അള്ളാഹുവരുടെ ഇടപാടിലൊക്കെ ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. അതേപോലെ തന്നെ കുട്ടിയാസൻ താരമ്മയുടെ ഉപ്പ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. അള്ളാഹു രോഗത്തിന് ശമനം നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നേതൃത്വത്തിനൊക്കെ ആഫിയത്ത് കുവ്വത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വന്യരായ ഉസ്താദുമാർ അള്ളാഹു എല്ലാവർക്കും നമ്മളതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭാഗവും കാര്യം ഒന്നും എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ, സന്തോഷപൂർണ്ണമാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയ. നല്ല ദിവസം, നല്ല സമയം. നമ്മൾ ഇരുന്ന സദസ്സ് വളരെ നല്ലതാണ്. കബൂലിയത്തുണ്ടാവും, സംശയമില്ല. പക്ഷെ ചോദിക്കേണ്ട പോലെ ചോദിക്കണം. ചോദിക്കേണ്ട പോലെ ചോദിച്ചാലേ പടച്ചോൻ തരുള്ളൂ. ഒരു 100 റുപ്യ ചോദിക്കും, അതിനുണ്ട് ഒരു മാന്യത. ഒരു 100 റുപ്യ ഉണ്ടാകാന്ന് പറഞ്ഞാൽ 5 ഉപ്പ എന്നൊക്കെ ചോദിക്കുന്നത് തിരിച്ചു ചോദിക്കും. അവിടെ ഒരു മാന്യമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ. പടച്ചോനോട് ചോദിക്കുമ്പോൾ ഒരു മാന്യത ഉണ്ടാകുക, ചോദിക്കുക, പടച്ചോൻ തരും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പടച്ചോൻ്റെ 99 നാമങ്ങൾ ഉരുവിട്ടിട്ട് നമുക്ക് ഈ സദസ്സിന് ദുആ ചെയ്തിട്ട് പിരിയണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മളെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك ونتوسل إليك وتوجه إليك وتضرع إليك بأسمائك الحسنى. يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا حافظ يا رافع يا معيد يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عليم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وقيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدي يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا وني يا مغني يا ماني يا ضار يا نافي يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور
الذي لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ 99 നാമങ്ങളാണ് ഒരു വിട്ടത്, നീ കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ എന്താണോ മഖ്സൂദുകള് നീ ഹാസിലാക്കണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, രക്ഷപ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. റോഡിൽ ചിന്നിച്ചിതറുന്ന മയ്യിത്താക്കല്ല അല്ലാ, പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്ന മയ്യിത്താക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ ബന്ധുമിത്രാദികൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ മയ്യത്തിനെ നീ വികൃതമാക്കി കളയല്ലേ അല്ലാ. നാട്ടിൽ ഐക്യം പ്രദാനം ചെയ്യണേ അല്ലാ, കുടുംബത്തിൽ ഐക്യം പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഇടപാടിൽ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ മുഴുവൻ ഇടപാടിലും ഖൈറും ബർക്കത്തും ചൊരിയണേ നാഥാ. കുടുംബത്തിൽ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ മുത്തഖീങ്ങളാക്കണേ അല്ലാ, സാലിഹീങ്ങളാക്കണേ അല്ലാ, ദുആക്ക് ഇജാബത്തുള്ളവരുടെ കൂട്ടത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാ. പടച്ചോനെ പാവികളാണ്, ദോഷികളാണ്, മിസ്കീനാണ്, ബലഹീനനാണ്. അല്ലാഹുവേ സദസ്സിന് നീ കബൂലാക്കണേ അല്ലാ, ഉത്തരം നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ അല്ലാ. അല്ലാഹുവേ ഇണകളില്ലാത്തവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന അവസ്ഥ നൽകല്ല റബ്ബേ. ഞങ്ങളുടെ കടങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളുടെ ബാധ്യതകൾ നീ ഏറ്റെടുക്കണേ നാഥാ. അല്ലാഹുവേ ഞങ്ങളുടെ ബാധ്യതകൾ നീ ഏറ്റെടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളെ സഹായിച്ചവര്, സഹകരിച്ചവര്, അല്ലാഹുവേ നന്മ ഉപദേശിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടു പോയവർ ആരുടെ മണ്ണിലാണ് റബ്ബേ, മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ഖബർ പ്രകാശപൂരിതമാക്കണേ അല്ലാ. അല്ലാഹുവേ ഖബറിലെ സ്വർഗത്തിലെ വിരിപ്പ് വിരിച്ച് അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗത്തിലെ പാനീയം കുടിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിലേക്ക് കവാടങ്ങൾ തുറന്നനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പ്രകാശിക്കാൻ വേണ്ടി മണലാരുണ്യത്തിൽ കടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാര്, അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ ബിസിനസ്സിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ദീനിന്റെ ഖാദിമീങ്ങളായ ഒരുപാട് ആൾക്കാര് അല്ലാഹുവേ നാട്ടിലും, അല്ലാഹുവേ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ സദസ്സൊരുക്കാൻ ആരൊക്കെയാണോ അഹോരാത്രം പരിശ്രമിച്ചത്, അല്ലാഹുവേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ കടത്തി കളയല്ല അല്ലാ, രോഗികളാക്കി കളയല്ല അല്ലാ, ബന്ധുമിത്രാദികൾക്ക് ഭാരമാക്കല്ല അല്ലാ. അല്ലാഹുവേ ആഫിയത്തുള്ള സമയത്ത് തന്നെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്തതിനെ സ്വീകരിക്കണേ അല്ലാ. ഒരു